Hi all, welcome back to another video. നമ്മൾ ഓൾറെഡി നമ്മളുടെ ജോയിന്റ് വെഞ്ചറിന്റെ ഇനീഷ്യൽ ഡിസ്കഷൻ വീഡിയോ ഫുൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ എന്താണ് ജോയിന്റ് വെഞ്ചർ, അല്ലെങ്കിൽ എന്തുകൊണ്ട് ജോയിന്റ് വെഞ്ചർ ഫോം ചെയ്യുന്നു, അല്ലെങ്കിൽ എന്തിനാണ് ആ പേരിട്ടത്, അല്ലെ, അങ്ങനെ തുടങ്ങി A to Z കാര്യങ്ങൾ നമ്മൾ ജോയിന്റ് വെഞ്ചർ റിലേറ്റഡ് ടോപ്പിക്സ് ഡീറ്റെയിൽഡ് ആയിട്ട് കവർ ചെയ്ത വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് നിങ്ങൾ ആ ഒരു വീഡിയോ ഫുള്ള് കണ്ട് ഒരു കോൺസെപ്ച്വൽ നോളജ് അത് സെറ്റ് ചെയ്തതിന് ശേഷം മാത്രമാണ് നമ്മൾ എന്ത് ചെയ്യുക, ഇല്ലുസ്ട്രേഷനിലേക്ക് എന്ത് ചെയ്യുക വരാം. ഈ ഇല്ലുസ്ട്രേഷനിലേക്ക് വരുന്നതിന്റെ മുമ്പ് നമ്മൾ പറഞ്ഞിട്ടുണ്ട് 3 മെത്തേഡ്സ് ഉള്ളത് അല്ലെ. ഏതൊക്കെ മെത്തേഡ്സ് ഉള്ളത്? സെപ്പറേറ്റ് ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ആർ മെയിൻറ്റെയിൻ, നോ സെപ്പറേറ്റ് ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ആർ മെയിൻറ്റെയിൻ ആൻഡ് മെമ്മോറാണ്ടം ജോയിന്റ് വെഞ്ചർ മെത്തേഡ്. ഇതിൽ നമ്മൾ ഫസ്റ്റ് ഈ ഒരു വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സെപ്പറേറ്റ് സെറ്റ് ഓഫ് ബുക്സ് മെയിൻറ്റെയിൻ ചെയ്യുമ്പോൾ എങ്ങനെ നമ്മൾ ഏതൊക്കെ അക്കൗണ്ട്സ് ആണ് പ്രിപ്പയർ ചെയ്യുക. അപ്പൊ അവിടെയും നമ്മൾ ഫസ്റ്റ് ഇല്ലുസ്ട്രേഷനിൽ ഫസ്റ്റ് ക്ലാസ്സിലേക്ക് വന്ന സമയത്ത് അവിടെ ഡീറ്റെയിൽഡ് ആയിട്ട് എന്താണ് ഫസ്റ്റ് മെത്തേഡ്, അവിടെ ഏതൊക്കെ അക്കൗണ്ട്സ് ആണ് വരക്കുക, ആ അക്കൗണ്ട്സുകളിൽ എന്തൊക്കെയാണ് എഴുതുക, അതിന്റെ ജേർണൽ എൻട്രീസ് എങ്ങനെ ഫോം ചെയ്യുക, ടെക്നിക്സ് എന്താണ് യൂസ് ചെയ്യുക, എല്ലാം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ചർച്ച ചെയ്തുകൊണ്ട് തന്നെ ഇത്തവണ ഈ ഒരു വീഡിയോയിൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഇല്ലുസ്ട്രേഷനിലേക്ക് പോവാം. ഈ ഒരു ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മളുടെ പ്രിന്റ് ഔട്ടിലെ ഫസ്റ്റ് ഇല്ലുസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്യുക. ലേൺ ഫ്രം ദ ബോട്ടം ലെവൽ. നിങ്ങൾ നന്നായിട്ട് എന്ത് ചെയ്യുക, കാര്യങ്ങൾ പഠിക്കാം. ഈ ലെവലിൽ ഈ ഒരു ഇല്ലുസ്ട്രേഷൻ നമ്മൾ ചെയ്യുമ്പോഴും ഞാൻ പലപ്പോഴും ആദ്യത്തെ ഡിസ്കഷൻ മുതലേ പറയുന്ന ഒരു കാര്യമാണ്, നമുക്ക് ആക്ച്വലി ഒരു മെത്തഡോളജിന്റെയും ആവശ്യമില്ല എത്രയാണ് ലാഭം അല്ലെങ്കിൽ നഷ്ടം എന്ന് കാണാൻ. യൂണിവേഴ്സൽ റൂൾ, ഇൻകം മൈനസ് എക്സ്പെൻസ്, കോമൺ സെൻസ് മതി. പോയിന്റ് നമ്പർ 2, എത്ര പൈസ ആദിത്യക്ക്, എത്ര പൈസ അമിത്തിന്, വെൻ കംസ് ടു ദിസ് ഇല്ലുസ്ട്രേഷൻ, ഓർ എത്ര പൈസ എക്ക് അല്ലെങ്കിൽ എത്ര പൈസ ബിക്ക് എന്നുള്ളത് കാണൽ നമുക്കൊരു ടാസ്ക് അല്ല. ബിക്കോസ് നമുക്ക് എന്റെ പെർസ്പെക്റ്റീവ് ഉണ്ടെങ്കിൽ, ബിയുടെ പെർസ്പെക്റ്റീവ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ എയുടെ ക്യാരക്ടർ കറക്റ്റ് ആയിട്ട് പ്ലേ ചെയ്യാൻ പറ്റിയാൽ, ബിയുടെ ക്യാരക്ടർ റോൾ കറക്റ്റ് ആയിട്ട് പ്ലേ ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ നമ്മൾ തന്നെ നമുക്ക് വേണ്ട പൈസ ചോദിച്ചു വാങ്ങും. അതാണ് നമ്മുടെ ലേണിംഗ്. ഇൻസ്റ്റഡ് ഇല്ലുസ്ട്രേഷനിൽ പോയി കാൽക്കുലേഷൻസ് ഒക്കെ ചെയ്ത് അക്കൗണ്ട്സ് ഒക്കെ വരച്ച് അതെല്ലാം നമ്മൾ പരിപാടി, നമ്മൾ ക്യാരക്ടർ റോൾ പ്ലേ ചെയ്യണം എന്റെ, അതേപോലെ ബിന്റെ. ദാറ്റ്സ് ഹൗ നിങ്ങൾക്ക് എന്റെ കറക്റ്റ് മൈൻഡ് സെറ്റ് ഉണ്ടാവും, ബിയുടെ കറക്റ്റ് മൈൻഡ് സെറ്റ് ഉണ്ടാവും. നമ്മളുടെ കാൽക്കുലേഷനിലേക്ക് നമ്മൾ മാത്തമാറ്റിക്സിൽ പുലിയാണെന്ന് പോയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ ഇല്ലുസ്ട്രേഷൻസും നമ്മളുടെ പ്രശ്നമായിട്ട് കണ്ടു കഴിഞ്ഞാൽ ത്രൂ ദ കാൽക്കുലേറ്റർ യു ക്യാൻ ഈസിലി കാൽക്കുലേറ്റ് whatever profit or loss or something that belongs to A or something that belongs to B. ഇതൊക്കെ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും പറയും മക്കളെ, കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. വിതൗട്ട് ഫർദർ ഡിലേ ലെറ്റ്സ് മൂവ് ടു ദി പ്രോബ്ലം. ഓക്കെ, ഫൈൻ. എനിവേ ക്വസ്റ്റ്യൻ വായിച്ചു നോക്കാം. ക്വസ്റ്റ്യനിലേക്ക് വരാം. ഈ ക്വസ്റ്റ്യന് ഫസ്റ്റ് ഇല്ലുസ്ട്രേഷൻ ആണ്. അപ്പൊ നന്നായിട്ട് ശ്രദ്ധിക്കുക. ഇവിടെ നമ്മൾ നല്ല നല്ല ക്വസ്റ്റ്യൻസിലേക്കാണ് ഇനി എന്ത് ചെയ്യുക, ട്രാവൽ ചെയ്യാം. ക്വസ്റ്റ്യൻ വായിക്കാം. Aditya and Amit are entered into a joint venture to buy and sell Ganesh idols for Ganesh festival. So there is a festival. നോർത്ത് ഇന്ത്യയിലൊക്കെ ഇങ്ങനെ ഒരു ഫെസ്റ്റിവൽ ഉണ്ട്. എന്താണ് ഗണേഷ് ഫെസ്റ്റിവൽ എന്നൊരു ഫെസ്റ്റിവൽ. അപ്പൊ ഈ ഗണേഷ് ഫെസ്റ്റിവലിന്റെ സമയത്ത് ഗണേഷ് ഐഡൽസ്, അതായത് ഗണേഷ് പ്രതിമ എന്ന് പറയും. അപ്പൊ ഈ പ്രതിമയാണ് എന്ത് ചെയ്യുക, ആളുകൾ അവിടുത്തെ ഒരു ഹൈലൈറ്റ്. ഈ ഒരു ഫെസ്റ്റിവലിന് വരുന്ന ആൾക്കാർ, ഈ ഒരു പൂരത്തിന് വരുന്ന ആളുകൾ, ഈ ഒരു പ്രോഗ്രാമിന് വരുന്ന ആളുകൾ അവിടുന്ന് എന്ത് വാങ്ങും, ഈ ഐഡൽസ് വാങ്ങും. അതൊരു ആചാരമായിരിക്കും ഒരു പക്ഷേ. അപ്പൊ ഈ ആദ്യത്തെയും അമിത്തും തമ്മിൽ ഈ ജോയിന്റ് വെഞ്ചറിലേക്ക് ഏർപ്പെട്ടുള്ളത് ഇത്തരത്തിലുള്ള ഗണേഷ് ഐഡൽസ് ഇത് വാങ്ങിയിട്ട് എന്ത് ചെയ്യുക, വിൽക്കുക. ഏത് സമയത്ത്? ഫെസ്റ്റിവലിന്റെ സമയത്ത്. അപ്പൊ അവിടുത്തെ ഹൈലൈറ്റ് എന്താന്ന് പറഞ്ഞു. അപ്പൊ ഇവരെന്ത് ചെയ്യും, ഗണേഷ് ഐഡൽസ് മാർക്കറ്റിൽ നിന്ന് വാങ്ങി ഈ ഫെസ്റ്റിവൽ നടക്കുന്ന സ്ഥലത്ത് കൂടുന്നിട്ട് അവരെന്ത് ചെയ്യും, താൽക്കാലികമായിട്ട് വെക്കും. അപ്പൊ കാലാകാലം അവർക്ക് ബിസിനസ് ചെയ്യാൻ പറ്റില്ല. ഈ ഗണേഷ് ഫെസ്റ്റിവൽ കഴിഞ്ഞാൽ പിന്നെ ആരും ഗണേഷ് ഐഡൽസ് അങ്ങനെ വാങ്ങി കൂട്ടൊന്നുമില്ല. അതുകൊണ്ട് ആ ഒരു ടൈമിലാണ് ഈ ഒരു ടെമ്പററി ഫോം ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻ റൺ ആവുന്നത്. ദാറ്റ് ഇസ് വാട്ട് ജോയിന്റ് വെഞ്ചർ. അതിനി പറയേണ്ട ആവശ്യമല്ലോ. എനിവേ ആദ്യത്തെയും അമിത്താണ് കോവെഞ്ചേഴ്സ്. അവർ ഏർപ്പെട്ടുള്ള ബിസിനസ് ഗണേഷ് ഐഡൽസ് വാങ്ങി വെക്കലാണ് ഫോർ ഗണേഷ് ഫെസ്റ്റിവലിനാണ്. ഹോപ്പ് യു ഓൾ അണ്ടർസ്റ്റുഡ്. യെസ്. they opened a joint bank account. പറഞ്ഞു എന്തുകൊണ്ട് ജോയിന്റ് ബാങ്ക് അക്കൗണ്ട് എന്നൊക്കെ. ഒരു ജോയിന്റ് ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്തു. എന്നിട്ട് ആദിത്യ ഡെപ്പോസിറ്റഡ് 2 lakh ആൻഡ് അമിത് ഡെപ്പോസിറ്റഡ് 1,50,000. ഇവർ രണ്ടുപേരും ബിസിനസ്സിലേക്ക് 2 ലക്ഷം രൂപയും 1.5 ലക്ഷം രൂപയും വെച്ച് കൂടുന്നു. അപ്പൊ നമ്മൾ പറഞ്ഞു വരുന്നത്, ഇവിടെ നമ്മൾ ജേർണൽ എൻട്രി ചെയ്തു. നോർമൽ എൻട്രി വിൽ ബി ക്യാഷ് ടു ക്യാപിറ്റൽ. റീപ്ലേസ്ഡ് എൻട്രി എന്താ, ക്യാഷ് റീപ്ലേസ്ഡ് വിത്ത് ജോയിന്റ് ബാങ്ക് അല്ലെ. അതുപോലെ തന്നെ ക്യാപിറ്റൽ റീപ്ലേസ്ഡ് വിത്ത് ആദിത്യാസ് ക്യാപിറ്റൽ അക്കൗണ്ട് ഓർ ആദിത്യാസ് പേഴ്സണൽ അക്കൗണ്ട്. അതേപോലെ അമിത്തിന്റെ കാര്യം, ഈ കൊടുത്തിട്ടുള്ള 2 ലക്ഷവും ഈ കൊടുത്തിട്ടുള്ള 1.5 ലക്ഷവും ആക്ച്വലി എക്സ്പെൻസും അല്ല, ഇൻകവും അല്ല. ദിസ് ഇസ് സിംപ്ലി ക്യാപിറ്റൽ. ക്ലിയർ സാർ? യെസ്. ഓക്കെ. ഇനി ആദിത്യ സപ്ലൈ ഗണേഷ് ഐഡൽസ് വർത്ത് 25,000. ആദിത്യ ഇവിടെ ഈ ഒരു 2 ലക്ഷം രൂപ കാശ് കൊണ്ടുവരുന്നതിലുപരി
ആദ്യത്തെ കുറച്ച് ഗണേഷ് ഐഡൽസ് എന്ത് ചെയ്യുന്നുണ്ട്, സപ്ലൈ ചെയ്യുന്നുണ്ട്, വർത്ത് 25,000. അപ്പൊ ആദ്യത്തെ എന്താ പറയാ, ഞാൻ ഈ ബിസിനസ്സിലേക്ക് 2 ലക്ഷം രൂപ ബിസിനസ് ചെയ്യാൻ വേണ്ടി കൊടുത്തു. ആ പൈസ എന്റേതാണ്, അത് എനിക്ക് തരണം. പിന്നെ ഒരു 25,000 രൂപയുടെ ഗണേഷ് ഐഡൽസ് എന്റെ കടയിൽ നിന്നാണ് ഞാൻ എടുത്ത് തന്നത്. കാരണം ആൾക്ക് ചിലപ്പോൾ കട ഉണ്ടാവും, ആളത്ത് ഓൾറെഡി കുറെ ഗണേഷ് ഐഡൽസ് ഇരിക്കുന്നുണ്ടാവും. അപ്പൊ ഫെസ്റ്റിവൽ അല്ല, അപ്പൊ ഇനി കുറെ പുതിയ വാങ്ങേണ്ട, കുറച്ച് നമ്മുടെ ഷോപ്പിൽ നിന്ന് എടുക്കാം എന്നൊരു ലെവലിലായിരിക്കാം ആദ്യത്തെ പറയുന്നത് 25,000 എന്റെ കയ്യിലുണ്ട്, ഞാൻ അത് എന്ത് എടുക്കാം. ഓക്കെ, അപ്പൊ 25,000 മെറ്റീരിയൽസ് ആര് സപ്ലൈ ചെയ്തിട്ടുണ്ട്, ഇവിടെ ആദ്യത്തെ സപ്ലൈ ചെയ്തിട്ടുണ്ട്. അമിത് സപ്ലൈ ഡെക്കറേഷൻ മെറ്റീരിയൽ വർത്ത് 15,000. അപ്പൊ ആദ്യത്തെ കുറച്ച് ഗുഡ്സ് കൊടുന്ന് അമിത് കുറച്ച് എന്ത് ഡെക്കറേഷൻ മെറ്റീരിയൽസ് ഒക്കെ ആയിട്ട് കൊടുത്ത്, രണ്ടും എന്താണ്, ആദിത്യക്കും അമിത്തിനും കൊടുക്കാനുള്ള പൈസയാണ്. മാത്രമല്ല ഈ മെറ്റീരിയൽസും ഈ ഡെക്കറേഷൻ മെറ്റീരിയൽസും ഒക്കെ നമുക്ക് എന്താണ്, എക്സ്പെൻസ് ആണ്. ഇപ്പോൾ എക്സ്പെൻസ്, രണ്ട് എക്സ്പെൻസ് കിട്ടി. 25,000 ഗണേഷ് ഐഡൽസിന്റെ എക്സ്പെൻസും 15,000 ഡെക്കറേഷൻ മെറ്റീരിയൽ എക്സ്പെൻസും ഓൾറെഡി ഉണ്ട്. ക്ലിയർ ആണല്ലോ, ഫൈൻ. ഇനി വായിച്ചു നോക്കാം. അപ്പോൾ ഓൾറെഡി നമ്മൾ അക്കൗണ്ടിൽ 2ഉം 1.5 3.5 ലക്ഷം രൂപ ഉണ്ടാവും. ക്ലിയർ അല്ലേ, ആ 2ഉം 1.5 3.5 ലക്ഷം ഉണ്ടാവും. ഓക്കെ, ഇനി കുറച്ച് എക്സ്പെൻസ് ഒക്കെ വെഞ്ചർ ആണ് മേഡ് ചെയ്തെന്ന് പറയുന്നുണ്ട്. അതിൽ ഒന്നാമത്തെ എക്സ്പെൻസ് ആണ് കോസ്റ്റ് ഓഫ് ഗണേഷ് ഐഡൽസ് പർച്ചേസ്. വീണ്ടും കാരണം ഈ ആദ്യത്തെ കൊടുത്തിട്ടുള്ള 25,000 രൂപയുടെ എന്താ പറയാ ഗണേഷ് ഐഡൽസ് ഒന്നും നമുക്ക് മതിയാവത്തില്ല സെല് ചെയ്യാന്. സോ വീണ്ടും നമ്മൾ 2.5 ലക്ഷം രൂപക്ക് ഗണേഷ് ഐഡൽസ് പർച്ചേസ് ചെയ്തിട്ടുണ്ട്. സോ വാട്ട് വാസ് ദ പർച്ചേസ് എൻട്രി, പർച്ചേസ് അക്കൗണ്ട് ഡെപ്റ്റഡ് ടു ക്യാഷ്. എന്താ ജോയിന്റ് വെഞ്ചറിന്റെ എൻട്രി, ജോയിന്റ് വെഞ്ചർ അക്കൗണ്ട് ഡെപ്റ്റഡ് ടു ജോയിന്റ് ബാങ്ക്. ഇനി വീണ്ടും പറയണ്ടല്ലോ, ഫൈൻ. അതേപോലെ തന്നെ വീണ്ടും ഒരു എക്സ്പെൻസ് ഉണ്ട്, ട്രാൻസ്പോർട്ടേഷൻ എക്സ്പെൻസ് ഉണ്ട്, അഡ്വർടൈസ്മെന്റ് എക്സ്പെൻസ് ഉണ്ട്, സൺഡ്രി എക്സ്പെൻസിന്റെ എക്സ്പെൻസ് ഉണ്ട്. അപ്പൊ ഈ വാട്ട് എവർ എക്സ്പെൻസ് എൻട്രി വിൽ ബി എക്സ്പെൻസ് ടു ബാങ്ക്. ഏത് എക്സ്പെൻസ് ടു ബാങ്ക് എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താ എൻട്രി, എക്സ്പെൻസ് വന്ന ജോയിന്റ് വെഞ്ചർ, ബാങ്ക് ഓഫ് ക്യാഷ് വന്ന ജോയിന്റ് ബാങ്ക്, സിമ്പിൾ ആസ് ദാറ്റ്. അപ്പൊ എല്ലാത്തിനും ഒരു എൻട്രി, ജോയിന്റ് വെഞ്ചർ ജോയിന്റ് ബാങ്ക്, ജോയിന്റ് വെഞ്ചർ ജോയിന്റ് ബാങ്ക്, ജോയിന്റ് വെഞ്ചർ ജോയിന്റ് ബാങ്ക്, ജോയിന്റ് വെഞ്ചർ ജോയിന്റ് ബാങ്ക്, നാലെത്തിനും. ക്ലിയർ, ഗുഡ്. They sold idols for 4 lakhs. അപ്പൊ വിറ്റ് 4 ലക്ഷം, നോർമൽ എൻട്രി, ക്യാഷ് ടു സെയിൽ. ഹിയർ ജോയിന്റ് ബാങ്ക്, ജോയിന്റ് വെഞ്ചർ, സിമ്പിൾ ആസ് ദാറ്റ്. അപ്പൊ അതൊരു ഇങ്കാണ്. And ആദിത്യ took over some of idols for 30,000 and Amit took over remaining 10,000. അതായത് ഇപ്പൊ ഈ ഒരു ഫെസ്റ്റിവൽ കംപ്ലീറ്റ് ആയി. അപ്പൊ ഇനി സെയിൽസ് ഉണ്ടാവില്ല, ഇനി അവിടെ ആ ഒരു സ്റ്റോളിന് വലിയ കാര്യമൊന്നുമില്ല. സോ ഇവിടെ ആദ്യത്തെ എന്ത് ചെയ്താൽ ബാക്കിയുള്ള മെറ്റീരിയൽസ് 30,000 രൂപയുടെ മെറ്റീരിയൽസ് ആദ്യത്തെ വീട്ടിൽ കൊണ്ടുപോയി. ഇത് 10,000 രൂപയുടെ മെറ്റീരിയൽസ് കൊണ്ട്, ഇത് ക്ലോസിംഗ് സ്റ്റോക്ക് ആണ്. ഞാൻ പറഞ്ഞു ഇവിടെ നമുക്ക് ക്ലോസിംഗ് ബാലൻസ് എന്ന കോൺസെപ്റ്റ് ഉണ്ടാവില്ല, കാരണം നമ്മൾ അടച്ചു പൂട്ടി സെറ്റിൽ ചെയ്ത് പോവാണ്. സോ ക്ലോസിംഗ് ബാലൻസ് എന്നൊരു കോൺസെപ്റ്റ് ഉണ്ടാവില്ല. സോ വട്ട് എവർ ബാലൻസ്, ഒന്നുകിൽ ഇത് കിട്ടുന്ന വിലക്ക് എന്ത് ചെയ്യും, മാർക്കറ്റിൽ തൂക്കി വിറ്റാലും കുഴപ്പമില്ല, കിട്ടുന്ന വിലക്ക് കൊടുക്കും. അതല്ല എന്നുണ്ടെങ്കിൽ എന്താ പറയാ, ഈ കൊടുന്ന ആൾക്കാരനെ എന്ത് ചെയ്യും, വീട്ടിൽ കൊണ്ടുപോകും, ആദ്യത്തെ അമിത്തൊക്കെ. അപ്പൊ അത് അവർക്ക് കൊടുക്കാനുള്ളതിൽ നിന്നും നമ്മൾ മൈനസ് ചെയ്യും. എന്തായാലും ക്ലോസിംഗ് സ്റ്റോക്ക് ഒരു ഇങ്ക് ആയിട്ടാണ് നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ട് ക്രെഡിറ്റ് സൈഡിൽ കാണിക്കുന്നത് നോർമലി. അതേപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്തു, ഒരു ഇൻകം പോലെ എന്ത് ചെയ്യാം, കാണിക്കാം. അതായത് നമ്മളിപ്പോ ഇത് പുറമേക്ക് ഒരാൾക്ക് വിറ്റാലും നമുക്ക് ഇൻകല്ലേ കിട്ടുക. അപ്പൊ അത് ഓണേഴ്സ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്തിനാണ് പറയും മക്കളെ, ജോയിന്റ് വെഞ്ചറിന് അത് ഇൻകം. ക്ലിയർ സാർ, യെസ് സാർ. ഓക്കെ, എനിവേ നമ്മൾ ഇവിടെ എക്സ്പെൻസും ഇൻകംസ് ഒക്കെ എന്ത് ചെയ്യണം, മാർക്ക് ചെയ്യണേ. ഈ 2 ലക്ഷം രൂപയും ഈ 1.5 ലക്ഷം രൂപയും എന്തല്ല, എക്സ്പെൻസും അല്ല ഇൻകം അല്ല. അപ്പൊ എക്സ്പെൻസ് ഇൻകം നമുക്ക് മാർക്ക് ചെയ്താലോ, 25,000 രൂപ മെറ്റീരിയൽസ് കൊണ്ടുവന്ന എക്സ്പെൻസ് ആണ്, 15,000 രൂപ ഡെക്കറേഷൻ മെറ്റീരിയൽ എക്സ്പെൻസ് ആണ്, പിന്നെ വീണ്ടും ഐഡൽസ് വാങ്ങിയത് എക്സ്പെൻസ് ആണ്, ട്രാൻസ്പോർട്ടേഷൻ ചാർജ് എക്സ്പെൻസ് ആണ്, അഡ്വർടൈസ്മെന്റ് ചാർജ് എക്സ്പെൻസ് ആണ്, സൺഡ്രി എക്സ്പെൻസ് ആണ്. അല്ല, ഇത്രയാണ് എക്സ്പെൻസ് ഉള്ളത്. ഇനി ഇൻകം ആയിട്ട് എന്തൊക്കെയാണ് ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ 4 ലക്ഷം രൂപന്റെ സെയിൽസ് അതൊരു ഇൻകം ആണ്, 30,000 രൂപന്റെ മെറ്റീരിയൽസ് വീട്ടിൽ കൊണ്ടതൊരു ഇൻകം ആണ്, 10,000 രൂപന്റെ മെറ്റീരിയൽസ് വീണ്ടും വീട്ടിൽ കൊണ്ട്, ഇതാണ് എക്സ്പെൻസും ഇൻകംസും. ക്ലിയർ ആണല്ലോ. അപ്പൊ നമുക്ക് ഇത് വെച്ചിട്ട് ഈസി ആയിട്ട് പ്രോഫിറ്റ് ലോസ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും യൂസിങ് കാൽക്കുലേറ്റർ. ഓർ നമുക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാം, എത്ര പൈസ അവന് കിട്ടി, ഇവര് കിട്ടി, ഇതൊന്നും കാണാൻ നമുക്ക് ഒരു മെത്തഡോളജിയുടെയും എന്തില്ല, ആവശ്യകത ഇല്ല. സോ അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ടേക്ക് ദ കാൽക്കുലേറ്റർ, പുട്ട് ദ നമ്പേഴ്സ്. എങ്ങനെ നമ്പേഴ്സ് ഇടുക, എന്തൊക്കെയാണ് എക്സ്പെൻസ് വന്നത് നിർത്തി നോക്കുക. ഏതൊക്കെയാണ് എക്സ്പെൻസ്, 25,000 പ്ലസ് 15,000 പ്ലസ് 2,50,000 പ്ലസ് 12,500 ഇല്ല, 12,000 പ്ലസ് പിന്നെ എത്ര 7,500 പ്ലസ് 2,500. ഇതാണ് മൊത്തം എക്സ്പെൻസ്. എത്ര മൊത്തം എക്സ്പെൻസ്, 3,12,000. ഓക്കെ അല്ലേ. അപ്പൊ അത് എക്സ്പെൻസ് ആയിട്ട് മാറ്റി വെച്ച്. ഇൻകം എന്തൊക്കെയുണ്ട്, ഒരു 4 lakh ഉണ്ട്, പിന്നെ ഒരു 30,000 ഉണ്ട്, പിന്നെ ഒരു 10,000 ഉണ്ട്. ഇതാണ് മൊത്തം ഇൻകം. 4,40,000 മൈനസ് 3,12,000. പ്രോഫിറ്റ് വിൽ ബി 1,28,000. ഇറ്റ്സ് വെരി ഈസി, ഇറ്റ്സ് വെരി ഈസി. സോ നമ്മൾ ഒരു മെത്തേഡ്, ഒരു അക്കൗണ്ട് ഒന്നും വെച്ചിട്ടില്ല. ബൈ സിംപ്ലി യൂസിങ് കോമൺ സെൻസ് ഇത് നമ്മൾ കണ്ടെത്തി എത്രയാണ് പ്രോഫിറ്റ് ലോസ് അല്ലേ. അപ്പൊ എത്ര പ്രോഫിറ്റ് കിട്ടി, 1,28,000.
ഈ പ്രോഫിറ്റ്സ് നമ്മൾ ഡിവൈഡ് ചെയ്യും രണ്ട് പേർക്ക്. ഇവരിപ്പോൾ റേഷ്യോ ഒന്നും പറഞ്ഞിട്ടില്ല. സോ ഈക്വൽ ആണ്, ബട്ട് 1:1 സോ 1/2 അല്ലെങ്കിൽ ഡിവൈഡ് ബൈ 2 അടിച്ചാൽ എത്ര? 64,000 ബിലോങ്സ് ടു ആദിത്യ ആൻഡ് 64,000 ബിലോങ്സ് ടു പറയും മക്കളെ അമിത്. ഇങ്ങനെയാണ് പ്രോഫിറ്റ്സ് ഒക്കെ വരിക. സോ നമ്മൾ പ്രോഫിറ്റ് ഓർ ലോസ് കണ്ടെത്തിയത് അക്കൗണ്ട് പഠിച്ചിട്ടാണോ? അല്ല, സിംപ്ലി കോമൺ സെൻസ് ഇൻകം മൈനസ് എക്സ്പെൻസ്. അപ്പൊ നിങ്ങൾ സ്റ്റഡീസ് നിന്ന് പുറത്തേക്ക് ഇറങ്ങണം. അതായത് ബുക്സ്, അക്കൗണ്ട്സ് പഠിച്ചില്ലല്ലോ, ഇതിന്നൊക്കെ പുറത്തേക്ക് ഇറങ്ങണം. വളരെ സിമ്പിൾ ആയിട്ട് ലോജിക്കലി കോമൺ സെൻസ് ഇട്ടാൽ ഈസി ആയിട്ട് എന്ത് വേണമെങ്കിൽ പഠിക്കാം. അതൊക്കെ പഠിച്ചതിന് ശേഷം നിങ്ങൾക്ക് വേണമെങ്കിൽ എന്തെങ്കിലും എഴുതണമെങ്കിൽ എഴുതാം. പക്ഷെ ആസ് പാർട്ട് ഓഫ് അവർ ലേണിംഗ് നമുക്ക് ആൻസർ എഴുതി ചെയ്യണം. ബിക്കോസ് അപ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുക? മാർക്സ്. ക്ലിയർ? ഫൈൻ. ഓക്കെ. എനി ഹൗ നമ്മൾ അത് കണ്ടെത്തിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇത് കാൽക്കുലേറ്ററിൽ ചെയ്യാൻ പറ്റും. ഞാൻ കാൽക്കുലേറ്റർ ഇങ്ങനെ ചെയ്ത് കാണിച്ചേട്ടെ. അപ്പൊ നിങ്ങൾ കാൽക്കുലേറ്ററിൽ എം പ്ലസ് എം മൈനസ് എന്ന കീ ഒക്കെ ഇല്ലേ, നമുക്ക് അതൊക്കെ ഉപയോഗിച്ച് കാണാം. അല്ലെങ്കിൽ ഇപ്പൊ പ്ലസ് ചെയ്ത പോലെ കാണാം. അപ്പൊ എം പ്ലസ് എം മൈനസ് ഒക്കെ നമുക്ക് യൂസ് ചെയ്യേണ്ട കീകൾ തന്നെയാണ്. മുമ്പോട്ട് പോകുന്ന സമയത്ത് പല എസ് എടുക്കുന്ന സമയത്തും പല കാൽക്കുലേഷൻ നമുക്ക് അത് ആവശ്യമുണ്ട്. അത് മാത്രമല്ല, നിങ്ങൾക്ക് എഫ് എമ്മിലേക്ക് പോകുന്ന സമയത്തൊക്കെ കോസ്റ്റിംഗിലൊക്കെ നമുക്ക് ആവശ്യമുള്ള ടോപ്പിക്സ് ആണ് എം പ്ലസ് എം മൈനസ് ഒക്കെ. സോ നമുക്ക് ജസ്റ്റ് ഒന്ന് പരിചയപ്പെട്ടല്ലോ ആ ഒരു കീ ഒക്കെ. അപ്പൊ ആദ്യം കാൽക്കുലേറ്റർ എടുക്കുക. എൻ്റെ അടുത്തില്ല, ബട്ട് ഐ ക്യാൻ ടെൽ യു ലൈക്ക് ദാറ്റ്. കാൽക്കുലേറ്റർ എടുക്കുക. എന്നിട്ട് MRC എന്നൊരു കീ ഇല്ലേ, 2 തവണ ക്ലിക്ക് ചെയ്യാം. അപ്പൊ അത് 0 ആയിട്ടുണ്ടാവും. ഇപ്പൊ 0 ആയി. ഇനി MRCക്ക് 1 വില 0 ആയി. ഇനി നമുക്ക് ആദ്യം ചെയ്യാം. അപ്പൊ എക്സ്പെൻസുകൾ നമ്മൾ കണ്ടാൽ, ഇപ്പൊ നമ്മൾ ക്വസ്റ്റ്യൻ റീഡ് ചെയ്ത് ഇങ്ങനെ പോവല്ലേ. അപ്പൊ ഈ തലക്ക് മുതൽ ഈ തല വരെ ക്വസ്റ്റ്യൻസ് റീഡ് ചെയ്ത് പോകുന്ന സമയത്ത് എക്സ്പെൻസുകൾ കണ്ടാൽ ആ എക്സ്പെൻസ് കാൽക്കുലേറ്റർ നെക്കിയിട്ട് നമ്മൾ എം മൈനസ് തന്നെ കീ ഒന്ന് ക്ലിക്ക് ചെയ്ത്. ഓക്കെ. അതേസമയം ഇൻകം വന്നു കഴിഞ്ഞാൽ ആ ഇൻകം കണ്ട ഉടനെ തന്നെ ആ ഇൻകം നമ്മൾ എം പ്ലസ് തന്നെ കീയിൽ ക്ലിക്ക് ചെയ്യും. ഇതാണ് നമ്മൾ ആദ്യം ചെയ്യുന്ന ഒരു വർക്ക്. മുമ്പോട്ട് വന്ന് ഒന്നുകൂടി ക്വസ്റ്റ്യൻ വായിക്കുകയാണ്. ആദ്യത്തെ ഡെപ്പോസിറ്റ് 2 lakh, അമിത് 1,50,000. ഇത് എക്സ്പെൻസും അല്ല ഇൻകം അല്ല. അപ്പൊ നമുക്ക് എം പ്ലസ് എം മൈനസ് ഒന്നും ആവശ്യമില്ല. പിന്നെ ആദ്യത്തെ കുറച്ച് ഗുഡ്സ് കൊടുത്തിട്ടുണ്ട്, എക്സ്പെൻസ് ആണ്. അപ്പൊ കാൽക്കുലേറ്റർ നിൽക്ക്. അപ്പൊ ഇതിന്റെ കാൽക്കുലേറ്റർ ആണെങ്കിൽ ഞാൻ ഇങ്ങനെ എടുക്കും 25,000. എന്നിട്ട് ഒരു എന്താ പറയാ എം മൈനസ് ക്ലിക്ക് ചെയ്യാം. ഒറ്റ ക്ലിക്ക് ഇട്ട് രണ്ടും നിൽക്കരുത്. പിന്നെ അമിത് ഒരു 15,000 ഗുഡ്സ് കൊടുത്തു. അപ്പൊ വീണ്ടും നമ്മൾ 15,000 ക്ലിക്ക് ചെയ്യുന്നു. ഒന്നും കൂടി എന്ത് ചെയ്യുക? എം മൈനസ് ക്ലിക്ക് ചെയ്യാം. പിന്നെ ഒരു 2,50,000 രൂപ മെറ്റീരിയൽ വാങ്ങിയിട്ടുണ്ട്, എക്സ്പെൻസ് ആണ്. ഇപ്പോൾ വീണ്ടും 2,50,000 അടിക്കുക. പറയും മക്കൾ ജസ്റ്റ് എം മൈനസ് ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം ട്രാൻസ്പോർട്ടേഷൻ എക്സ്പെൻസ് ഉണ്ട്. സോ ട്രാൻസ്പോർട്ടേഷൻ എക്സ്പെൻസ് ഓൾസോ എത്ര? ഒരു 12,000 ഉണ്ട്. ജസ്റ്റ് എം മൈനസ് ക്ലിക്ക് ചെയ്യാം. അതേപോലെ തന്നെ അഡ്വർടൈസ്മെന്റ് ഉണ്ട്, ഒരു 7,500 ക്ലിക്ക് ചെയ്യുക, എം മൈനസ് ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം സൺഡ്രി എക്സ്പെൻസ് 2,500 ക്ലിക്ക് ചെയ്യുക, ജസ്റ്റ് എം മൈനസ് ക്ലിക്ക് ചെയ്യാം. അപ്പൊ ഇത്രയും ക്ലിക്ക് ചെയ്തില്ലേ. ഇപ്പൊ നമ്മളിപ്പോ ഈ ഒരു റീഡിങ്ങിലാണ് വായിക്കേണ്ടത്. അപ്പൊ എക്സ്പെൻസ് ഇൻകം എങ്ങനെ ക്ലിക്ക് ചെയ്താലും ആൻസർ കിട്ടും. ഇനി അടുത്തത് 4 ലക്ഷം നമുക്ക് ഇൻകം ആണ്. അപ്പൊ 4 ലക്ഷം എന്ന് കാൽക്കുലേറ്റർ ക്ലിക്ക് ചെയ്യാം, എം പ്ലസ് ക്ലിക്ക് ചെയ്യാം. അതേപോലെ ആദ്യത്തെ ഒരു 30,000 രൂപന്റെ ഗുഡ്സ് വീട്ടിൽ കൊണ്ടുപോയിട്ടുണ്ട്. വീണ്ടും 30,000 ക്ലിക്ക് ചെയ്യുക, എം പ്ലസ് ക്ലിക്ക് ചെയ്യാം. പിന്നെ ആദ്യത്തെ ഒരു 10,000 രൂപയുടെ ഗുഡ്സ് വീട്ടിൽ കൊണ്ടുപോയി 10,000 ക്ലിക്ക് ചെയ്യുക, എം പ്ലസ് ക്ലിക്ക് ചെയ്യാം. സോ ഇപ്പൊ നമ്മൾ എല്ലാം കൊടുത്ത് ഉറപ്പ് വരുത്തി കഴിഞ്ഞാൽ MRC ക്ലിക്ക് ചെയ്യുക. യു ആർ ഗെറ്റിംഗ് എക്സാക്ട്ലി 1,28,000. എക്സാക്ട്ലി 1,28,000. ഇപ്പൊ നിങ്ങൾ കിട്ടുന്നില്ലെങ്കിൽ ജസ്റ്റ് റിവൈൻഡ് ചെയ്ത വീഡിയോ ഒന്നുകൂടി കണ്ടോക്ക്. യു ഡെഫിനറ്റ്ലി ഗെറ്റ് 1,28,000. അപ്പൊ ഇത് വലിയൊരു ടെക്നിക്കോ സംഭവങ്ങളോ ഒന്നുമല്ല. നമ്മൾ ജസ്റ്റ് കാൽക്കുലേറ്റർ യൂസ് ചെയ്യുന്നു. ഈ ഒരു ക്വസ്റ്റനിൽ നമ്മളിപ്പോൾ എക്സ്പെൻസ് ഇൻകം എങ്ങനെ പലതും ഇങ്ങനെ ചറ പറ ഇട്ടുന്നുണ്ടെങ്കിൽ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ തന്നെ ഐഡന്റിഫൈ ചെയ്ത് എക്സ്പെൻസ് ആണെങ്കിൽ എം മൈനസ് കീ സ്ലോട്ടിലേക്കും ഇൻകം ആണെങ്കിൽ എം പ്ലസ് കീയിലേക്കും നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ റീഡിങ് കഴിഞ്ഞ MRC ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് പ്രോഫിറ്റ് കിട്ടും. അപ്പൊ ആ ലെവലിലേക്ക് നമുക്ക് ഗ്രോ ചെയ്യണം. ആ ലെവലിലേക്ക് ഗ്രോ ചെയ്യുന്ന പറയുമ്പോൾ ഒരു കുഞ്ഞു പെർസ്പെക്റ്റീവ് താഴെ സെറ്റ് ചെയ്ത് വെക്കുകയാണ്. ഒരു ട്രഡീഷണൽ ലേണിംഗ് അപ്രോച്ചിൽ ഉപരി കുറച്ചും കൂടി ബ്യൂട്ടിഫുൾ ആയിട്ട് കാര്യങ്ങൾ നോക്കി കാണാൻ പറ്റും. മാത്രമല്ല, ഇപ്പൊ ഞാൻ ഒരു അക്കൗണ്ട് മറിച്ചിട്ടുള്ള പ്രോഫിറ്റ് കണ്ടത് കോമൺ സെൻസ് കാൽക്കുലേറ്റർ മെത്തഡ്. അതിന് ഈസി ആയിട്ട് എങ്ങനെ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ തന്നെ ത്രൂ ദ കാൽക്കുലേറ്റേഴ്സ് നമുക്ക് എങ്ങനെ ചെയ്യാം എം പ്ലസ് എം മൈനസ് ഉപയോഗിച്ചിട്ട്. അപ്പൊ അത് നമ്മൾ ചർച്ചയ്ക്ക് എടുത്തു. ഇനി നമ്മൾ എല്ലാ ടീച്ചേഴ്സും പഠിപ്പിച്ചതിനെ പോലെ ട്രഡീഷണൽ അപ്രോച്ച് എടുത്തിട്ട് നമ്മൾ അക്കൗണ്ട് ഒക്കെ വരച്ച് എൻട്രീസ് ഒക്കെ പോസ്റ്റ് ചെയ്ത് അതുവഴി നമ്മൾ കണ്ടെത്തും. ദാറ്റ്സ് നോ പ്രോബ്ലം. ഹോപ്പ് യു ഓൾ ക്ലിയർ സർ. യെസ് സർ. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട വേറൊരു കാര്യം, ഇപ്പൊ നമ്മൾ ഒരു ടാർഗറ്റ് ഫിഗർ ഔട്ട് ചെയ്യും, എത്രയാണ് പ്രോഫിറ്റ് ലോസ്, രണ്ടുപേർക്ക് എത്ര കിട്ടുക? 64,000. ഇനി തീർന്നിട്ടില്ലല്ലോ. ആദ്യത്തെ ഈ ബിസിനസ് ക്ലോസ് ചെയ്യുമ്പോൾ എത്ര പൈസ കിട്ടുക? അമിത്തിന് ഈ ബിസിനസ് ക്ലോസ് ചെയ്യുമ്പോൾ എത്ര പൈസ കിട്ടുക? അപ്പം അതും കൂടി ഒന്ന് കണ്ടു. അതിന് നാം പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു ക്യാരക്ടർ റോൾ, കറക്റ്റ് ആദിത്യയുടെ ക്യാരക്ടർ റോളിലേക്ക് നിങ്ങൾ വരണം. അതേപോലെ അമിത്തിന്റെ ക്യാരക്ടർ റോളിലേക്ക് നിങ്ങൾ വരണം. ദെൻ ഇറ്റ് ബിക്കം വെരി ഈസി ടു ഫൈൻഡ് ഔട്ട് എന്ന് പറയും മക്കളെ. എത്രയാണ് ആദിത്യന്റെ പൈസ, എത്ര അമിത്തിന്റെ പൈസ എന്നുള്ളത്. സോ അതേ മൈൻഡ് സെറ്റിൽ പോകണം. ഞാൻ ആദിത്യ ആയിരിക്കണം. ഞാൻ എങ്ങനെയാണ് പറയാം? എടാ ബിസിനസ് നമ്മൾ രണ്ടുപേരിട്ട് ഞാൻ ആദിത്യ, നിങ്ങൾ അമിത്. അപ്പൊ ഞാൻ എന്താ പറയാന്ന് അറിയാം? ആദിത്യൻ. അപ്പൊ ആദിത്യന്റെ ക്യാരക്ടർ റോൾ പ്ലേ ചെയ്യാൻ പോകണം. ശ്രദ്ധിച്ചോ. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ 2 ലക്ഷം ബിസിനസ് കൊടുക്കുന്നത്, അതിന്റെ പൈസ എനിക്ക് കിട്ടന്നെ വേണം നിർബന്ധമായിട്ടും. പിന്നെ 25,000 രൂപ മെറ്റീരിയൽസ് ആണ് അതിന്റെ വീട്ടിൽ നിന്ന് കൊടുക്കുന്നത്, അതിന്റെ പൈസ എനിക്ക് കിട്ടണം. പിന്നെ വേറെ ഒന്നും ഞാൻ കൊടുത്തിട്ടില്ല. അപ്പൊ എനിക്ക് കിട്ടാനുള്ള പൈസ 2,25,000 രൂപ ഞാൻ കൊടുക്കുന്ന പൈസ എനിക്ക് തരാനുണ്ട്. പ്ലസ് ഇന്റെ ലാഭം 64,000 രൂപ നമ്മൾ നേരത്തെ പറഞ്ഞ ലാഭം എനിക്കും അതിൽ എന്റെ ലാഭം. അങ്ങനെ എനിക്ക് മൊത്തം കിട്ടാൻ 2,89,000 രൂപ എനിക്ക് തരാണ്ട്. 2,89 ഈ ബിസിനസ് എനിക്ക് തരണം. അതിൽ 30,000 രൂപ എന്റെ എന്താണ് മെറ്റീരിയൽസിന്റെ വീട്ടിൽ ഞാൻ കൊണ്ടുപോയിട്ട് ഇതിട്ടാ.
ഓക്കെ, ഈ 30,000 ഞാൻ എൻ്റെ വീട്ടിൽ കൊണ്ടുപോയിട്ടുണ്ട്. അപ്പൊ ഇത് കഴിച്ചിട്ട് ബാക്കി എനിക്ക് തന്നാൽ ഞാൻ ഹാപ്പി. 2,59,000 കിട്ടി കഴിഞ്ഞാൽ ആദിത്യ ഹാപ്പി ആവും. ഞാൻ ഇവിടെ വെറുതെ എഴുതിയാണ് 2,59,000 ആണ് ആദിത്യക്ക് കിട്ടേണ്ടത്. ഇനി അമിത്തിന്റെ കാര്യം ഇതേപോലെ തന്നെയാണ്. അമിത് പറയുന്നത് പിന്നെ എനിക്ക് 2,00,000 2,00,000 ഉണ്ടെങ്കിൽ എനിക്ക് 1,50,000 രൂപ, പിന്നെ എനിക്ക് 10,000-15,000 രൂപ ഡെക്കറേഷൻ പറ്റിയുള്ള പൈസ ആയി തരാണ്ട്, പിന്നെ എന്റെ ലാഭം 10,64,000 എനിക്ക് 2,29,000 കിട്ടാണ്ട്, അതിന് ഞാൻ ആകെ വീട്ടിൽ കൊണ്ടുപോയി 10,000 റുപ്യാണ് എനിക്ക് 2,19 കിട്ടണം. അപ്പൊ 2,19 ആർക്കും കിട്ടണം പറയും മക്കളെ? അമിത്തിന്. ഇതൊന്നും നമ്മളൊരു അക്കൗണ്ട് വരച്ചിട്ടല്ല, കോമൺ സെൻസിലാണ് കാണുന്നത്. നമ്മൾ കുറച്ച് ടൈം എടുക്കുന്ന ഒരു ഇല്ലുസ്ട്രേഷൻ നോക്കി നോക്കി. ഈ ക്വസ്റ്റ്യൻ വേണമെങ്കിൽ 5 മിനിറ്റ് കൊണ്ട് സൊല്യൂഷൻ ചെയ്തിട്ട് വേണമെങ്കിൽ പോവാം. നമ്മൾ എത്ര ടൈം എടുക്കുന്നത്? പക്ഷെ ആ ടൈമിലല്ല നമ്മുടെ കാര്യം, നമ്മുടെ ക്വാളിറ്റിയാണ്. ഇല്ലുസ്ട്രേഷൻ ആഫ്റ്റർ ഇല്ലുസ്ട്രേഷൻ യു ഗെറ്റ് ദ ഫീലിംഗ് ഓഫ് കോൺഫിഡൻസ്. അല്ലെങ്കിൽ ആ ഒരു എന്താ പഠിക്കുന്നതിനെ കുറിച്ചൊക്കെ ഒരു വ്യക്തത വേണം. ആ ഒരു ക്ലാരിറ്റിക്ക് വേണ്ടിയിട്ടാണ് ഈ ഡിസ്കഷൻ ഇങ്ങനെ കൊണ്ടുവന്നത്. ഇല്ലുസ്ട്രേഷൻ ചെയ്തിട്ട് സിമ്പിൾ ഹവേഴ്സിൽ കാര്യങ്ങൾ തീർക്കുകയാണെങ്കിൽ എപ്പോഴോ പരിപാടി കഴിച്ചിട്ടുണ്ടാവും. സോ പ്ലീസ് ബി ഹിയർ. നല്ല അടിപൊളി മൈൻഡ് സെറ്റിൽ അടിപൊളിയായിട്ട് ഗ്രോ ചെയ്യുക. യു ഫീൽ കോൺഫിഡൻസ് ആഫ്റ്റർ വാച്ചിങ് ദിസ് വീഡിയോ. ക്ലിയർ? ഫൈൻ. എനിഹൗ ഇപ്പൊ ഇത് രണ്ടും മനസ്സിലായി. അപ്പൊ ഒരു കാര്യം ക്ലിയർ ആണ്. 2,59,000 റുപ്യ ആദിത്യക്ക് കൊണ്ടുപോകാൻ തന്നെ വേണം അവിടെ. പിന്നെ 2,19 അമിത്തിന് കൊണ്ടുപോകാനും വേണം. അപ്പൊ എന്റെ ക്വസ്റ്റ്യൻ 4,78,000 ഉണ്ടെങ്കിലാണ് ഇവർക്ക് രണ്ടുപേർക്ക് നമ്മൾ പൈസ കൊടുത്ത് ഹാപ്പി ആക്കാൻ പറ്റുക. അപ്പൊ നമ്മുടെ ബാങ്കിൽ 2,78 ഉണ്ടോ, നമുക്കൊന്ന് 4,78 ഉണ്ടോ എന്നൊന്ന് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പൊ നമുക്ക് ബാങ്ക് അക്കൗണ്ട് പൈസ ഒക്കെ നോക്കണേ. നിങ്ങൾ നല്ല ചിന്തിച്ച് നോക്കുക. ഈസി കേട്ടോ. നിങ്ങൾ പഠനത്തിൽ നിന്ന് ഇറങ്ങി താഴത്തേക്ക് പോവാം. അപ്പൊ ഭയങ്കര രസമായിട്ട് പഠിക്കാൻ പറ്റും. ഞാൻ അങ്ങനെ ആലോചിച്ചേക്കാം. ആദ്യത്തെ 2,00,000 റുപ്യ അക്കൗണ്ട് കിട്ടും. അപ്പൊ 2,00,000 അക്കൗണ്ട് കായി. 1 മിനിറ്റ്. 2,00,000 രൂപ അക്കൗണ്ടിലായി. പിന്നെ 1,50,000 രൂപ അമിത്തിട്ട്. അപ്പൊ 3,50,000 അക്കൗണ്ടിലായി. പിന്നെ ഇവർ രണ്ടാളും ഗുഡ്സ് ആണ് കൊടുക്കുന്നത്, ക്യാഷ് അല്ല. പിന്നെ 2,50,000 രൂപക്ക് നമ്മൾ എന്ത് വാങ്ങി? ഗണേശ് ഐഡൽസ് വാങ്ങി. ഇപ്പൊ പൈസ പോയി. 12,000 രൂപ അങ്ങനെ പോയി. 7,500 ഇങ്ങനെ പോയി. 2,500 അങ്ങനെ, പിന്നെ കുറെ പൈസ അങ്ങനെ പോയി. പ്ലസ് 4,00,000 രൂപക്ക് വിറ്റ് കാശ് വന്ന്. അപ്പൊ 4,78,000 കണ്ട. പിന്നെ മറ്റേ രണ്ടാൾ ഗുഡ്സ് കൊണ്ട് ഈ 4,78,000 2,59,000 ആദ്യത്തെ കൊണ്ടയാ 2,19 അമിത് കൊണ്ടയാല് 0 ആയി. ടാറ്റും കൊടുത്ത് ബായ് കൊടുത്ത് അടിപൊളിയായിട്ട് പോവാം. ഇപ്പൊ ഇത് ചെയ്തത് മെത്തേഡ് ഉപയോഗിച്ചിട്ടില്ല. അപ്പൊ ഈ ഒരു തോട്ട് പ്രോസസ് നമുക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇനി ഇതിന്റെ മേലേക്ക് എനിക്ക് ചില ടെക്നിക്സുകൾ അഡോപ്റ്റ് ചെയ്യാൻ പറ്റും. അതായത് ഇല്ലുസ്ട്രേഷൻ ചെയ്യുന്ന സമയത്ത് ഈ ഫസ്റ്റ് ഇല്ലുസ്ട്രേഷൻ, ഈ ഫസ്റ്റ് വീഡിയോന്റെ ഫസ്റ്റ് ഇല്ലുസ്ട്രേഷന് ഒരു ട്രഡീഷണൽ അപ്രോച്ചിലാണ് സാർ ചൂസ് ചെയ്യുന്നത്. അതായത് സാധാരണ ട്രാൻസാക്ഷൻസ് ആലോചിച്ച് ജാലൻട്രി എഴുതി മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. പക്ഷെ മുമ്പോട്ട് പോകുമ്പോൾ ഇല്ലുസ്ട്രേഷനിൽ എപ്പോഴും ഇങ്ങനെ ജാലൻട്രി ആലോചിച്ച് അതിന്റെ ഒരു പോസ്റ്റിംഗ് സ്റ്റൈൽ വിട്ടിട്ട് വേറെ ടെക്നിക്സ് ഇട്ടിട്ട് ഈസി ആയിട്ട് വിത്തിൻ ഫ്യൂ മിനിറ്റ്സ് എങ്ങനെ ആൻസറിലേക്ക് എത്താം, അതിന്റെ ചർച്ചകൾ നമ്മൾ നടത്തുന്നുണ്ട്. അപ്പൊ ഈ ലെവലിൽ നിങ്ങൾ എനിക്ക് ആക്സെപ്റ്റൻസ് തരണം. നിങ്ങൾ എന്നെ അക്സെപ്റ്റ് ചെയ്യണം. ഞാൻ പറയുന്ന കാര്യങ്ങളും ഒക്കെ നിങ്ങൾ അബ്സോർബ് ചെയ്തിട്ട് പോക്കറ്റിംഗ് എടുത്തു വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലൊരു ആക്സെപ്റ്റൻസ് തരാൻ പറ്റി കഴിഞ്ഞാൽ മുമ്പോട്ട് പോകുന്ന ഇല്ലുസ്ട്രേഷനിൽ ഇതിന്റെ മേലെ ഇപ്പൊ നമ്മൾ കാൽക്കുലേറ്റർ വെച്ചിട്ടാണ് എല്ലതും കണ്ടെത്തിയത്, അക്കൗണ്ട്സ് വരക്കാതെ. അപ്പൊ ഈ ക്വസ്റ്റൻ നമ്മൾ അക്കൗണ്ട് വരക്കുന്ന സമയത്ത് ട്രഡീഷണൽ അപ്രോച്ചിൽ നമ്മൾ ജാലൻട്രിക്ക് എഴുതിയിട്ടാണ് പഠിക്കുക. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പോകുന്ന അടുത്തടുത്ത ക്വസ്റ്റനിലേക്ക് പോകുമ്പോൾ ചിലപ്പോൾ സാർ, അല്ലെങ്കിൽ അടുത്ത മെത്തേഡിലേക്ക് പോകുമ്പോൾ ചിലപ്പോൾ സാർ എന്ത് ചെയ്യും, ചില ടെക്നിക്സുകൾ അഡോപ്റ്റ് ചെയ്യും. അപ്പൊ നമ്മൾ ജാലൻട്രി തോട്ട് പ്രോസസ് ഒക്കെ വിട്ട് ജാലൽ ആലേക്കിലേക്ക് വിട്ട് എന്തെങ്കിലും തട്ടിക്കൂട്ട് സിസ്റ്റം ഉപയോഗിച്ചിട്ട് കാണും. ഇത് വളരെ ഈസി ആയിട്ട് ബ്യൂട്ടിഫുൾ ആയ സിസ്റ്റം ആയിരിക്കും. അപ്പൊ അത് അവിടെ അക്സെപ്റ്റ് ചെയ്യണമെങ്കിൽ ഇവിടെ മെല്ലെ ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്ത എല്ലാ വർക്കുകളും നിങ്ങൾ അക്സെപ്റ്റ് ചെയ്ത് മുമ്പോട്ട് പോവണം. ക്ലിയർ ആണല്ലോ? ഫൈൻ. എനിയോ നമുക്ക് നേരെ ഈ ക്വസ്റ്റ്യൻ നമുക്ക് എന്ത് ചെയ്യാം, ആൻസർ ചെയ്യാം. ഇപ്പൊ ഇവര് പറയുന്നത് എന്ത് ചെയ്യാണ്, പ്രോഫിറ്റ്സ് ഓർ ലോസ് ഈക്വൽ ആയിട്ട് ഷെയർ ചെയ്യുക, പ്രിപ്പയർ ജോയിന്റ് വെഞ്ചർ അക്കൗണ്ട്, ജോയിന്റ് ബാങ്ക് അക്കൗണ്ട് ആൻഡ് കോവെഞ്ചേഴ്സ് പേഴ്സണൽ അക്കൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഫസ്റ്റത്തെ മെത്തേഡ് ആണ്. സോ നമുക്ക് എന്ത് ചെയ്യാം, അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാം. സോ എല്ലാവരും പ്രിപ്പയർ ചെയ്യുക അക്കൗണ്ട്. എങ്ങനെ പ്രിപ്പയർ ചെയ്യുക? ഫസ്റ്റ് അക്കൗണ്ട് ജോയിന്റ് വെഞ്ചർ അക്കൗണ്ട്, പെർട്ടിക്കുലേഴ്സ് എമൗണ്ട്, ഒന്ന് സ്പീഡ് ആയിക്കോട്ടെ, പെർട്ടിക്കുലേഴ്സ് എമൗണ്ട്. അടുത്ത അക്കൗണ്ട് ജോയിന്റ് ബാങ്ക് അക്കൗണ്ട് ആണ്, പെർട്ടിക്കുലേഴ്സ് എമൗണ്ട്, പെർട്ടിക്കുലേഴ്സ് എമൗണ്ട്. നമുക്കൊരു അക്കൗണ്ട് വരയ്ക്കുന്നുണ്ട്. കോവഞ്ചേഴ്സ് പേഴ്സണൽ അക്കൗണ്ട് ഉണ്ട്, ആദിത്യ ആൻഡ് അമിത് പേഴ്സണൽ അക്കൗണ്ട്. Here it is particulars Aditya Amit, again particulars Aditya Amit. all clear? Fine. So നമുക്ക് എന്ത് ചെയ്യാം, ട്രാൻസാക്ഷൻസ് ഒക്കെ വായിച്ച് അക്കൗണ്ട് വഴി പോസ്റ്റ് ചെയ്തിട്ട് ഇപ്പൊ കിട്ടിയിട്ടുള്ള അതേ ഫിഗേഴ്സ് ഒക്കെ കിട്ടിയാൽ നമ്മൾ ചെയ്തൊക്കെ ശരി, അല്ലെങ്കിൽ പൊട്ടത്തെറ്റ്. ഫൈൻ. ഓക്കെ, എനിവേ നമുക്ക് എന്ത് ചെയ്യാം, വായിച്ചു നോക്കിയാൽ ഇപ്പൊ ജോയിന്റ് വെഞ്ചർ ആണെങ്കിൽ ഇതാ ഈ ഒരു സൈഡിൽ നമ്മൾ എന്തൊക്കെയാണ് എഴുതുക, എക്സ്പെൻസസ്. ഈ ഒരു സൈഡിൽ നമ്മൾ എന്തൊക്കെയാണ് എഴുതുക, ഇൻകംസ്. മേക്ക് ഷുവർ ഇതൊക്കെ എക്സ്പെൻസ് ആണോ ഇൻകം ആണോ, സിമ്പിൾ ആസ് ദാറ്റ്. ഇത് ജോയിന്റ് ബാങ്ക് അക്കൗണ്ട് ആണ്. സാധാരണ ബാങ്ക് അക്കൗണ്ട് പോലെ കാശ് കൂടുന്ന ഒരു ആക്ടിവിറ്റി ആണെങ്കിൽ ഇവിടെ
കുറയുന്നതാണെങ്കിൽ ഇവിടെ. പിന്നെ ഇത് കോവഞ്ചേഴ്സ് പേഴ്സണൽ അക്കൗണ്ട് ആണ്, ക്യാപിറ്റൽ അക്കൗണ്ട് ആണ്. ക്യാപിറ്റൽ ഇപ്പൊ പ്രോഫിറ്റ് വന്ന ബാലൻസ് ഷീറ്റിൽ ക്യാപിറ്റലിന്റെ മേലെ നമ്മൾ എന്താ ചെയ്യാ ഇനി പഠിപ്പിക്കേണ്ട ആവശ്യമുണ്ടോ? സ്കൂളിൽ പഠിച്ചില്ലേ പ്ലസ് ചെയ്യാ. ഇനി അക്കൗണ്ടിൽ ചെയ്യുമ്പോഴില്ലേ ആ പ്ലസ് മീൻസ് ഏത് സൈഡ്? ക്രെഡിറ്റ് സൈഡ്. ലെസ് മീൻസ് ഡെബിറ്റ്. ഇപ്പൊ ഡ്രോയിങ്സ് എന്താ ചെയ്യാ? ലെസ് ചെയ്യാൻ നിങ്ങൾക്ക് അവിടെ അറിയാം. ബാലൻസ് ഷീറ്റിൽ നമ്മൾ ചെയ്യുമ്പോൾ ഡ്രോയിങ്സ് ലെസ്സാ ചെയ്യാൻ നിങ്ങൾക്ക് ഓൾറെഡി അറിയാം. അത് നിങ്ങൾക്ക് അറിയാം എന്നുണ്ടെങ്കിൽ ഇതും നിങ്ങൾക്ക് അറിയാം. കാരണം അവിടെ ലെസ് ആണ്, ഇവിടെ ലെസ് മീൻസ് ഡെബിറ്റ് സൈഡിൽ എഴുതുക, അത്രേ ഉള്ളൂ. അപ്പൊ അത് ക്ലിയർ ഇടാ. സൂപ്പർ. അപ്പൊ ഇതൊക്കെ ഇനി നമുക്ക് ട്രാൻസാക്ഷൻ വായിക്കാം. ഫസ്റ്റ് ആദിത്യ ഡെപ്പോസിറ്റ് 2 lakh ആൻഡ് അമിത് ഡെപ്പോസിറ്റ് 1,50,000 ആണ്. അപ്പൊ രണ്ടുപേരും പൈസ കൊടുക്കുന്ന എൻട്രി ജോയിന്റ് ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ ടു ആദിത്യാസ് ക്യാപിറ്റൽ അമിത്സ് ക്യാപിറ്റൽ എന്നാണ്. സോ നമുക്ക് നേരെ ജോയിന്റ് ബാങ്ക് അക്കൗണ്ടിലേക്ക് വരാം. ഫസ്റ്റ് ഒരു അക്കൗണ്ടിൽ നമ്മൾ ആ അക്കൗണ്ടിന്റെ പേര് എഴുതൂല. സോ നമ്മളിവിടെ എന്ത് എഴുതുക? ആദിത്യ. മിനിറ്റ്, നമ്മൾ എന്ത് ചെയ്ത മക്കളെ? ആദിത്യ. എത്രയാണ് ആദിത്യ കൊടുക്കുന്നത്? 2 lakh. അതേപോലെ എന്ത് ചെയ്തും അമിത് 1,50,000. നേരെ നമ്മൾ ആദിത്യയിലും അമിത്തിലും പോകണം. ഇത് ഡെബിറ്റ് സൈഡ് ആണ്, അപ്പൊ ക്രെഡിറ്റ് സൈഡിൽ പോകണം. ഒരു അക്കൗണ്ടിലും പോയിട്ട് നമ്മൾ ആ അക്കൗണ്ടിന്റെ പേര് എഴുതൂല. അപ്പൊ നമ്മളിവിടെ എന്ത് ചെയ്തുക? ജോയിന്റ് ബാങ്ക്. ആദിത്യ 2 lakh, അമിത് 1,50,000. ഓൾ ക്ലിയർ? യെസ്. മാത്രമല്ല നമ്മൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം എന്താ വെച്ചാൽ, ഇതിപ്പോ ഞാൻ എൻട്രി ആലോചിച്ചില്ലേ പോസ്റ്റ് ചെയ്ത്, ഇത് എൻട്രി ആലോചിക്കാനും പോസ്റ്റ് ചെയ്യാം. അത് നമുക്ക് ഇനി മുമ്പോട്ട് പോകുമ്പോൾ എത്താം. ഞാൻ ഇപ്പൊ തന്നെ ഒക്കെ കൂടി പറഞ്ഞിട്ട് എന്ത് ചെയ്യുന്നില്ല, സംഭവമാക്കുന്നില്ല. നമുക്കിപ്പോ ഇത് എന്താ പറയാ, എൻട്രി ആലോചിക്കാതെ ചെയ്യാം. അപ്പൊ നമുക്കിപ്പോ പൈസ കൂടുന്നത്, അപ്പൊ ജോയിന്റ് ബാങ്കിന്റെ പൈസ കൂടും. ജോയിന്റ് ബാങ്കിൽ പൈസ കൂടി കഴിഞ്ഞാൽ ഡെബിറ്റ് സൈഡിലാണ് എഴുതുക. അപ്പൊ ഇവിടെ എന്താ എഴുതുക? ഇവിടെ എഴുതുമ്പോൾ ഒരു രസമുണ്ട്. ജോയിന്റ് ബാങ്കിൽ ഒന്നുകിൽ ജോയിന്റ് വെഞ്ചറിന് എഴുതാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ആദിത്യാന്നോ അമിത്ന്നോ എഴുതാൻ പറ്റുള്ളൂ. എന്താ സാറേ? എടാ ആകെ 3 അക്കൗണ്ട് അല്ലേ ഉള്ളൂ. ഒരു അക്കൗണ്ടിലും ആ അക്കൗണ്ടിന്റെ പേര് ഇതില്ല. തമ്പ് റൂൾ നമ്പർ 1 അക്സെപ്റ്റഡ്? യെസ്. പിന്നെ ജോയിന്റ് ബാങ്കിൽ വന്നിട്ട് ഒരിക്കലും ജോയിന്റ് ബാങ്കിന് ഇതിലെന്നല്ല ഇപ്പൊ പറഞ്ഞത്. അപ്പൊ ഒന്നുകിൽ എന്താ എഴുതുക? ജോയിന്റ് വെഞ്ചർ, അല്ലെങ്കിൽ എന്താ എഴുതുക? ആദിത്യാന്നോ അമിത്ന്നോ. പിന്നെ എന്താടാ പ്രശ്നം? അപ്പൊ ജോയിന്റ് ബാങ്കിൽ പൈസ വന്നു, 2 ലക്ഷം വന്നു, 1.5 ലക്ഷം വന്നു. ഇതിപ്പോ എന്ത് ചെയ്ത? ജോയിന്റ് വെഞ്ചറിന് എഴുതാൻ പറ്റുമോ? ഇല്ല, അത് എക്സ്പെൻസീവ് ഇൻകം അല്ല. പിന്നെ എന്ത് ചെയ്തുക? ആദിത്യ അമിത്. എളുപ്പത്തിൽ കിട്ടും. ഇവിടെ വന്ന് എഴുതുമ്പോൾ നമ്മൾ ഒന്നുകിൽ എന്ത് ചെയ്തുക? ജോയിന്റ് വെഞ്ചറിന് എഴുതാം, അല്ലെങ്കിൽ ജോയിന്റ് ബാങ്കിന് എഴുതാം. കാരണം ഈ അക്കൗണ്ടിലും ഈ അക്കൗണ്ടിന്റെ പേര് എഴുതൂല. അപ്പോഴും നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് എങ്ങനെ ആലോചിച്ചാൽ മതി? ഇപ്പൊ ഇവിടെ ജോയിന്റ് വെഞ്ചറിന് എഴുതാൻ ഇത് ഞാൻ എക്സ്പെൻസ് ആണോ കൂടുന്നത്? അല്ല, ജോയിന്റ് ബാങ്ക്. പല തോട്ട് പ്രോസസ് ഉണ്ട്. ഞാൻ ഇപ്പൊ തന്നെ ഒക്കെ കൂടി പറയുന്നില്ല. പക്ഷെ ഞാനൊരു ഫ്ലോ പറയണേ, നിങ്ങൾ ഈ ഒരു എൻട്രി പോസ്റ്റിംഗിൽ നിന്നും അങ്ങോട്ടേക്ക് ഗ്രോ ചെയ്യണം എന്നല്ല. അല്ലാതെ നിങ്ങൾ എപ്പോഴും എൻട്രി പോസ്റ്റിംഗ് പഠിച്ചുകൊണ്ട് അതന്നെ ചെയ്യല്ലേ ജീവിതത്തിൽ. മനസ്സിലായ? അപ്പൊ ഇപ്പൊ നമ്മൾ എൻട്രി പോസ്റ്റിംഗ് തന്നെയാണ് ഈ ക്വസ്റ്റ്യൻ ഫുള്ള് ചെയ്യാൻ പോകുന്നത്. പക്ഷെ ഇത് കഴിഞ്ഞ് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരുമ്പോൾ ഇതേ തോട്ട് പ്രോസസ് അല്ല. അല്ലെങ്കിൽ ഈ തവണ നിങ്ങൾ ഈ വീഡിയോ കണ്ട് പഠിച്ച് സെറ്റ് ചെയ്തിട്ട് ഈ വീഡിയോ ഒരു തവണ കൂടി കാണാനുള്ള ഓപ്ഷൻസ് ഞാൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ ഒരു തവണ കൂടി ഈ വീഡിയോ ഓപ്ഷൻസ് നിങ്ങൾ കാണുന്ന സമയത്ത് നിങ്ങൾ ഈ ടെക്നിക്ക്, ഞാൻ അടുത്ത ടെക്നിക്ക് എല്ലാം ഇടേണ്ടി. അപ്പൊ ഇതിന്റെ മേലത്തെ ടെക്നിക്ക് ഇടണം, പിന്നെ പഠിക്കുമ്പോൾ അതിന്റെ മേലത്തെ ടെക്നിക്ക് ഇടണം, പിന്നെ അതിന്റെ മേലത്തെ ടെക്നിക്ക്, പിന്നെ അതിന്റെ മേലെ ടെക്നിക്ക്, അങ്ങനെ പോവാ. അല്ലാതെ എന്നും ഒരു ടെക്നിക്ക് പഠിക്കുക അതന്നെ ചെയ്യാം, അങ്ങനല്ല. ഗ്രോ ചെയ്യണം മുമ്പോട്ട് പോകുമ്പോ. കിട്ടിയാ? അപ്പൊ ഇത് എഴുതി കേട്ടോ. ഈ 2 ലക്ഷം എഴുതി, 1.5 ലക്ഷം എഴുതി. ഇനി ആദിത്യ കുറച്ച് മെറ്റീരിയൽ സപ്ലൈ ചെയ്തിട്ടുണ്ട് 25,000, അമിത് 15,000. അപ്പൊ നമുക്ക് വേണമെങ്കിൽ എൻട്രി ആലോചിക്കാം. എൻട്രി വിൽ ബി ജോയിന്റ് വെഞ്ചർ അക്കൗണ്ട് ഡെപ്റ്റ് ടു കോവെഞ്ചേഴ്സ് പേഴ്സണൽ അക്കൗണ്ട് എന്നാണ്. ഇപ്പൊ ഞാൻ ജോയിന്റ് വെഞ്ചറിൽ വരുന്നത്. അതിനെക്കാട്ടി എളുപ്പം ഞാൻ പറയണേ, 25,000 രൂപന്റെ മെറ്റീരിയൽസും 15,000 രൂപന്റെ മെറ്റീരിയൽസും ആദിത്യയും അമിത്തും കൂടുന്നു. അപ്പൊ അത് എക്സ്പെൻസ് ആണ്. എക്സ്പെൻസ് കൂടുമ്പോൾ ഡെബിറ്റ് ചെയ്യാം. അതാണ് ഏറ്റവും സിമ്പിൾ അണ്ടർസ്റ്റാൻഡിങ്. ആദിത്യ എത്ര കൂടുന്നത്? 25,000. അമിത് എത്ര കൊടുക്കുന്നത്? 15,000. അപ്പൊ ഇവിടെ നമ്മൾ എന്ത് എഴുതുക? ഇവിടെ നമ്മൾ ഒന്നുകിൽ എന്ത് എഴുതാൻ പറ്റുള്ളൂ? ജോയിന്റ് ബാങ്ക്. അല്ലെങ്കിൽ എന്ത് എഴുതാൻ പറ്റുള്ളൂ? അമിത് ഓർ ആദിത്യ. ഇത് ജോയിന്റ് ബാങ്ക് കൂടുന്നതാണോ? അല്ല. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്താം? ആദിത്യ അമിത്. അതാ നേരത്തെ പറഞ്ഞ അണ്ടർസ്റ്റാൻഡിങ്. സാറ് പിന്നെ അങ്ങോട്ട് തന്നെ വരണേ അല്ലേ? അതെ, കാരണം ഞാൻ ഉപയോഗിക്കുന്ന ടെക്നിക്ക് അതാണ്. അതുകൊണ്ട് എനിക്ക് വീണ്ടും വീണ്ടും വായിൽ അതെന്നെ വന്നുകൊണ്ടിരിക്കുന്നു. ഇവിടെ നമ്മൾ ആദിത്യ അമിതിനെ എഴുതി കഴിഞ്ഞാൽ അപ്പൊ ആദിത്യ അമിതിൽ പോകണം. ഇത്തവണ നമുക്ക് ജോയിന്റ് ബാങ്കിന് എഴുതാൻ പറ്റില്ല, ജോയിന്റ് വെഞ്ചർ എഴുതാൻ. ജോയിന്റ് എക്സ്പെൻസ് ആണ് 25,000, അതുപോലെ തന്നെ 15,000. പിന്നെ ഇവര് എന്ത് ചെയ്തിട്ടുണ്ട്? എക്സ്പെൻസ് ചെലവാക്കിയിട്ട് നോക്കി വെച്ചോ. പർച്ചേസിന്റെ എക്സ്പെൻസ്, ട്രാൻസ്പോർട്ടേഷന്റെ എക്സ്പെൻസ്, അഡ്വർടൈസ്മെന്റ് എക്സ്പെൻസ്, സെൻട്രൽ എക്സ്പെൻസ്. ഞാൻ ഒറ്റ സെറ്റിലൊക്കെ ചെയ്ത് പോകാൻ നിൽക്കുകയാണ്. നേരെ എക്സ്പെൻസ് ആകുമ്പോൾ ഡെബിറ്റ് സൈഡിലാണ് വരിക. ഇവിടെ വന്ന് നമുക്ക് എന്ത് എഴുതി കൊടുക്കുക? ജോയിന്റ് ബാങ്ക്. എക്സ്പെൻസിന്റെ എൻട്രി ഓർമ്മയില്ലേ? പർച്ചേസ് ടു ക്യാഷ് എൻട്രി, ജോയിന്റ് വെഞ്ചർ, ജോയിന്റ് ബാങ്ക്. അപ്പൊ ജോയിന്റ് വെഞ്ചർ അക്കൗണ്ടിൽ വരിക, ഡെബിറ്റ് സൈഡിൽ വരിക, ജോയിന്റ് ബാങ്ക് എന്ന് എഴുതുക.
ഒരു ഹൈഫൺ ഇട്ടിട്ട് വേണമെങ്കിൽ മൊഞ്ചാക്കാം പർച്ചേസ് എത്ര എമൗണ്ട് 2,50,000. അപ്പൊ തന്നെ ജോയിന്റ് ബാങ്കിൽ പോവുക, ക്രെഡിറ്റ് സൈഡിൽ വരിക, ജോയിന്റ് വെഞ്ചറിന് എഴുതുക, ഒരു മൊഞ്ചാക്കണമെങ്കിൽ എഴുതി കൊടുക്കുക പർച്ചേസ് എത്ര എമൗണ്ട് 2,50,000. ക്ലിയർ. അതേപോലെ അടുത്ത എക്സ്പെൻസ് ഇവിടെ എന്ത് എഴുതുക, ജോയിന്റ് ബാങ്ക് എൻട്രി ഓർമ്മയില്ലേ, എൻട്രി ഇവിടെ എഴുതണോ, ജോയിന്റ് വെഞ്ചർ അക്കൗണ്ട് ഡെബിറ്റ് ജോയിന്റ് ബാങ്ക്. ഇപ്പൊ ജോയിന്റ് വെഞ്ചറിൽ വരിക, ഡെബിറ്റ് സൈഡിൽ വരിക. ഇപ്പൊ എൻട്രി പോസ്റ്റിംഗ് ഒക്കെ ഇനി പറയണോ, അപ്പൊ നിങ്ങൾ ബേസിക്സ് ക്ലാസ് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ബേസിക് ക്ലാസ് പോയി കണ്ടോളി, അത് കണ്ടിട്ട് ഇങ്ങോട്ട് വന്നാൽ മതി. അപ്പൊ ജേണൽ എൻട്രി പോസ്റ്റിംഗ് ഒക്കെ ഈസി ആയിരിക്കും. നേരെ ഇതിൽ വരുമ്പോൾ ചെറിയ ബുദ്ധിമുട്ടുണ്ടാവാം, പക്ഷെ അത് ഇവിടെ അല്ല സാർ ചർച്ചയ്ക്ക് എടുക്കുക, അത് അവിടെയാണ്. അപ്പൊ അവിടെ പഠിച്ചിട്ട് വേണം ഇങ്ങോട്ട് വരാൻ കേട്ടോ. ഓക്കെ, അപ്പൊ ജോയിന്റ് ബാങ്ക് എന്ന് എഴുതി. വീണ്ടും മൊഞ്ചാക്കണമെങ്കിൽ ആക്കാം, ട്രാൻസ്പോർട്ടേഷൻ ഉണ്ട്, അത് എത്രയാണ് 12,000. നമുക്ക് നേരെ ജോയിന്റ് ബാങ്കിൽ വരാം, ക്രെഡിറ്റ് സൈഡിൽ വരാം, ജോയിന്റ് വെഞ്ചർ ട്രാൻസ്പോർട്ടേഷൻ 12,000. വീണ്ടും എക്സ്പെൻസ് ഉണ്ട്, അഡ്വർടൈസ്മെന്റ് എക്സ്പെൻസ് ഉണ്ട് 7,500. സെയിം പരിപാടി റിപ്പീറ്റ് ചെയ്യുക. ജോയിന്റ് ബാങ്ക് അഡ്വർടൈസ്മെന്റ് 7,500. നേരെ ഇവിടെ വരാം, ജോയിന്റ് വെഞ്ചർ അഡ്വർടൈസ്മെന്റ് 7,500. നേരെ ഇവിടെ വരാം, ജോയിന്റ് ബാങ്ക്. ഇനി എന്താണ്, സൺട്രി എക്സ്പെൻസ് 2,500. ഇവിടെ വന്നിട്ട് എന്ത് ചെയ്ത് കൊടുക്കുക, ജോയിന്റ് വെഞ്ചർ സൺട്രി എക്സ്പെൻസ് 2,500. പിന്നെ വേറെ എന്തെങ്കിലും എക്സ്പെൻസ് ഉണ്ടോ, വേറെ എക്സ്പെൻസ് ഒന്നും ഇല്ലല്ലോ. പിന്നെ നമുക്ക് സെയിൽസ് വന്ന ഇൻകം ആണ്, ഇൻകം വരുമ്പോൾ ഈ സൈഡിൽ വരാം. അപ്പൊ ഇൻകത്തിന്റെ എൻട്രി നമുക്ക് അവിടെ വെറുതെ എഴുതുകയാണ്, ക്യാഷ് ടു സെയിൽ എന്നാണ് നോർമൽ എൻട്രി. ക്യാഷ് റീപ്ലേസ്ഡ് വിത്ത് ജോയിന്റ് ബാങ്ക്, സെയിൽ റീപ്ലേസ്ഡ് വിത്ത് ജോയിന്റ് വെഞ്ചർ. എൻട്രി വിൽ ബി ജോയിന്റ് ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റഡ് ടു ജോയിന്റ് വെഞ്ചർ. അല്ലെ, അതൊക്കെ ഇനി പറയണോ, വേണ്ട. സോ ജോയിന്റ് വെഞ്ചർ അക്കൗണ്ടിൽ വരാം, ക്രെഡിറ്റ് സൈഡിൽ വരാം, എന്ത് എഴുതുക, ജോയിന്റ് ബാങ്ക് എന്ന് എഴുതാം. മൊഞ്ചാക്കണമെങ്കിൽ ഒരു ഐഫോൺ സെയിൽസ് എഴുതിയാൽ മതി, 4,00,000. നേരെ ജോയിന്റ് ബാങ്കിൽ വരാം, പൈസ കൂടുമ്പോൾ ഡെബിറ്റ് സൈഡിലാണ് വരിക, അതാണ് ശരിക്കും പറയേണ്ടത്, പക്ഷെ നമ്മൾ ഇങ്ങനെ തന്നെയാണ് ഇപ്പോഴും പോകുന്നത്. ജോയിന്റ് വെഞ്ചർ സെയിൽസ് 4,00,000. ഇത് നമ്മൾ ശരിക്കാണെങ്കിൽ ഞാൻ എങ്ങനെ എൻട്രി പോസ്റ്റ് ചെയ്യുന്നറിയോ, സെയിൽ ചെയ്ത് അപ്പൊ എത്ര പൈസ കിട്ടി, 4,00,000 കിട്ടി. അപ്പൊ പൈസ കൂടില്ലേ, കൂടുമ്പോൾ എങ്ങോട്ട് പോകും, പൈസന്റെ അക്കൗണ്ട്, ഏത് അക്കൗണ്ടിലേക്ക്, ജോയിന്റ് ബാങ്ക്. കൂടുമ്പോൾ ഏത് സൈഡ്, ഡെബിറ്റ് സൈഡ്. അപ്പൊ അവിടെ പോയിട്ട് ആദ്യം 4,00,000 എഴുതുക. എന്നിട്ട് ഇവിടെ എന്ത് എഴുതുക, ഒന്നുകിൽ ഈ അക്കൗണ്ടിൽ ജോയിന്റ് വെഞ്ചർ, അല്ലെങ്കിൽ ഇവിടെ ആദിത്യ അമിത് ആണ് എഴുതുക. ഇവിടെ എന്ത് എഴുതുക, അത് ആദിത്യ അമിത്തും കൂടുന്ന അല്ല, അപ്പൊ അത് സെയിൽസ് അല്ലേ, അപ്പൊ ജോയിന്റ് വെഞ്ചർ എഴുതുക. അപ്പൊ തന്നെ അങ്ങോട്ട് പോയി. അപ്പൊ ഈസിയാണ് അങ്ങനെയൊക്കെ എഴുതുന്നത്. നമുക്ക് അടുത്തടുത്തേക്ക് അങ്ങനെ വരാം. ഇപ്പൊ നിങ്ങൾ തന്നെ വെച്ച് എന്ത് ചെയ്യുക, അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പൊ അത് സെറ്റ്. പിന്നെ നമ്മൾ കുറച്ച് ഗുഡ്സ് എന്ത് ചെയ്തിട്ടുണ്ട്, ഇവര് വീട്ടിൽ കൊണ്ടുപോയിട്ടുണ്ട്. ക്ലോസിംഗ് സ്റ്റോക്ക് നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിലാണ് എഴുതുക, അപ്പൊ ജോയിന്റ് വെഞ്ചർ അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിലാണ് എഴുതുക. ആദിത്യയും അതുപോലെ തന്നെ അമിത് കൊടുത്തിട്ടുണ്ട്, അപ്പൊ ഞാൻ ഇവിടെ എഴുതുകയാണ് ആദിത്യ. അതേപോലെ ആര് പരിമക്കളെ, അമിത്. ആദിത്യ എടുത്തത് 30,000 രൂപ എടുത്തത്, അമിത് എടുത്തത് 10,000 രൂപ. അപ്പൊ ഇത് ക്രെഡിറ്റ് സൈഡ് ആണ് ഈ ജോയിന്റ് വെഞ്ചർ അക്കൗണ്ടിന്റെ. അപ്പൊ നമ്മൾ ആദിത്യയുടെയും അമിത്തിന്റെയും അക്കൗണ്ടിലേക്ക് പോകണം. ഗുഡ്സ് ടേക്കൺ ഓവർ. ആദിത്യയുടെയും അമിത്തിന്റെ അക്കൗണ്ടിലേക്ക് പോകണം. ഇതിപ്പോ നമ്മളുള്ളത് ക്രെഡിറ്റ് സൈഡ് ആണ്, അപ്പൊ ആ ആദിത്യയുടെ അമിത്തിന്റെ ഡെബിറ്റ് സൈഡിലേക്ക് പോകണം. നേരെ ഡെബിറ്റ് സൈഡിലേക്ക് വരാം. അവരിങ്ങോട്ട് കൊടുന്നപ്പോൾ നമ്മൾ ക്രെഡിറ്റ് സൈഡിലാണ് എഴുതിയത്, അപ്പൊ കൊണ്ടുപോകുമ്പോൾ ഡെബിറ്റ് സൈഡിലാണ് എഴുതുക. എന്താ എഴുതുക, ജോയിന്റ് വെഞ്ചർ ഗുഡ്സ് ടേക്കൺ ഓവർ 30,000, 10,000. നമ്മൾ ഒന്നും പോസ്റ്റ് ചെയ്യാൻ ബാക്കിയില്ല, നമ്മൾ എല്ലാ ട്രാൻസാക്ഷൻസും പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. വൺസ് എല്ലാതും പോസ്റ്റ് ചെയ്ത് ഉറപ്പ് വരുത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പ്രോഫിറ്റ് ലോസ് കാണാം. സോ നമുക്ക് കാൽക്കുലേറ്റർ ടോട്ടൽ ചെയ്യാം. 4,00,000 ആ സൈഡ് ഉണ്ട്, പ്ലസ് ഒരു 30,000 ഉണ്ട്, ഒരു 10,000 ഉണ്ട്. ഈ സൈഡാണ് കൂടുതലുള്ളത്. നമുക്ക് എന്ത് ചെയ്യാം, കൂട്ടി 2 കൊടുത്ത് ചെയ്താൽ 4,40,000. ഇവിടെ എഴുതിയാണ് 4,40,000. മൈനസ് ചെയ്തെടുക്കുക, ഒരു 25,000 എക്സ്പെൻസ്, പിന്നെ ഒരു 25,000 മൈനസ് ചെയ്യുന്നു. പിന്നെ നമ്മൾ ഇത്ര 15,000 എക്സ്പെൻസ് ഉണ്ട്. പിന്നെ അതേപോലെ തന്നെ ഒരു 2,50,000 എക്സ്പെൻസ് ഉണ്ട്. പിന്നെ ഒരു 12,000, പിന്നെ ഒരു 7,500, 2,500. ദെൻ യു വിൽ ഗെറ്റ് എക്സാക്ട്ലി 1,28,000. ദെൻ അല്ലേ നമ്മൾ നേരത്തെ കണ്ടെത്തിയത്. യെസ്. ഇപ്പൊ നമുക്ക് ഇവിടെ എഴുതി കൊടുക്കുക, പ്രോഫിറ്റ് എത്രയാണ്, 1,28,000 ആണ്. പക്ഷെ നമ്മൾ പ്രോഫിറ്റ് വന്നു കഴിഞ്ഞാൽ പാർട്ണർഷിപ്പ് ഒക്കെ ചെയ്യുന്ന പോലെ 2 കഷ്ണം മുറിക്കുകയാണ്. ഒരാൾക്ക് എത്ര, 64,000. അടുത്ത ആൾക്കും 64,000. ഒരു പ്രോഫിറ്റ് ആർക്കുള്ളതാണ്, ആദിത്യക്ക്. ഒരു പ്രോഫിറ്റ് ആർക്കുള്ളതാണ്, അമിത്തിന്. ഇപ്പൊ നമ്മൾ പ്രോഫിറ്റ് ലോസ് കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഈ അക്കൗണ്ട് കഴിഞ്ഞു. ഇവിടെ നമ്മൾ ആദിത്യാന്നും അതേപോലെ തന്നെ എന്തൊന്നും എഴുതുകയാണ്, അമിത്തൊന്നും എഴുതല്ലേ. അപ്പൊ നമ്മൾ നേരെ ഇവിടെ പോകണം, ആദിത്യയിലും അമിത്തിലും പോകണം. അപ്പൊ ഇത് ഡെബിറ്റ് സൈഡ് ആണ്, അപ്പൊ ക്രെഡിറ്റ് സൈഡിൽ പോകണം. അപ്പൊ അങ്ങനെ ആലോചിക്കാം, അല്ലെങ്കിൽ ഇങ്ങനെ ആലോചിച്ചാൽ പോലെ പ്രോഫിറ്റ് വന്നത് പല പല തോട്ട് പ്രോസസ് വേണം. അപ്പൊ ഒന്നും ഡെവലപ്പ് ചെയ്യരുത്. ഞാൻ ഒരു എക്സാമ്പിൾ പറയാം. ഇപ്പൊ ഞാൻ പറയണേ, ഇപ്പൊ ഇത് പ്രോഫിറ്റ്സ് ആണ്. പ്രോഫിറ്റ്സ് വന്നു കഴിഞ്ഞാൽ നോർമലി നിങ്ങൾ എന്താ ചെയ്യുക, നമുക്ക് ഓൾറെഡി അറിയാം. പ്രോഫിറ്റ്സ് വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുക, ക്യാപിറ്റലിന് മേലെ പ്ലസ് ചെയ്യുക. ഞാൻ നേരത്തെ ടെക്നിക്ക് പറഞ്ഞു, പ്ലസ് മീൻസ് ഓൾവേസ്
ക്രെഡിറ്റ് സൈഡ്. ഇവിടെ എഴുതി കൊടുക്കുക. ജോയിന്റ് വെഞ്ചർ ആണ്, പ്രോഫിറ്റ്സ് ആണ്, രണ്ടുപേർക്കും എത്രയുണ്ട്? 64,000. ക്ലിയർ? അപ്പൊ അത് കഴിയും. ഇങ്ങനെ ചെയ്യുന്നതോട് കൂടിയിട്ട് ഈ ഒരു അക്കൗണ്ട് കംപ്ലീറ്റ് ആയി. നിങ്ങളിങ്ങനെ വെട്ടരുത്, ഞാൻ പറഞ്ഞ ഈ ഒരു അക്കൗണ്ട് കംപ്ലീറ്റ് ആയി. ഇനി നമുക്ക് രണ്ട് അക്കൗണ്ട് ഉള്ളത്. ഏതൊക്കെ അക്കൗണ്ട് ഉള്ളത്? ജോയിന്റ് ബാങ്ക് അക്കൗണ്ടും ഉണ്ട്, കോവഞ്ചേഴ്സ് പേഴ്സണൽ അക്കൗണ്ട് ഉണ്ട്. ഈ രണ്ട് അക്കൗണ്ട് ഓട്ടോമാറ്റിക് ആയിട്ട് കംപ്ലീറ്റ് ആവും കേട്ടോ. അതെന്താ സാർ ഓട്ടോമാറ്റിക് കംപ്ലീറ്റ് ആവുന്ന അറിയാം? ഞാൻ ഒരു എക്സാമ്പിൾ വേണമെങ്കിൽ പറഞ്ഞുതരാം. ആദ്യം ജോയിന്റ് ബാങ്ക് ഒന്ന് കൂട്ടി വെക്കാം. 2 lakh, 1,50,000, 3,50,000, 4 lakh. എത്രയായി? 7,50,000. ഞാൻ ഈ ഒരു സൈഡിൽ എഴുതിയാണ് 7,50,000. ഈ സൈഡ് കൂട്ടുമ്പോൾ എനിക്ക് 7,50,000 കിട്ടുന്നുണ്ട്. പക്ഷേ ഈ സൈഡ് കൂട്ടുമ്പോൾ കിട്ടുന്നില്ല. ദർ ഇസ് എ ഡിഫറൻസ്. അപ്പോൾ ഡിഫറൻസ് ഉണ്ട്. ഈ ഡിഫറൻസ് തന്നെ ആയിരിക്കണം ഇവർ ഇവിടെ ചോദിക്കുന്ന എമൗണ്ട്. അങ്ങനെയാണെങ്കിലല്ലേ ഇവർ തല്ലും പ്രശ്നവും പ്രയാസങ്ങളും ഇല്ലാതെ നല്ലപോലെ പോവാ. അല്ലെങ്കിൽ അടിപിടിയാവില്ല. ആ പൈസ ഈ പൈസ, ആ തല്ലില്ലാതെ പോകുമ്പോഴാണ് ഇത് കറക്റ്റ് ആൻസർ ആവുക. ഒന്ന് നോക്കി നോക്കുക. ആദ്യം നമുക്ക് ഇവിടുന്ന് ചെയ്ത് വരാം. ആദ്യത്തെ കാര്യം പറയാം. ആദ്യത്തെ പറഞ്ഞത് എൻ്റെ 2 lakhs എനിക്ക് വേണം, പിന്നെ എൻ്റെ 25,000 പൈസ, പിന്നെ എൻ്റെ 64,000 രൂപ എൻ്റെ ലാഭം. അങ്ങനെ മൊത്തം എനിക്ക് കിട്ടാനുള്ളത് 2,89,000. ഞാൻ ടോട്ടൽ ചെയ്ത് ഇവിടെ അതേപോലെ തന്നെ എഴുതിയാണ് 2,89,000. ഇതിൽ ഞാൻ വീട്ടിൽ കൊണ്ടുപോയത് 30,000. ബാക്കി എനിക്ക് എത്ര കിട്ടാണ്ട്? 2,59,000. ഈ പൈസ ബാലൻസ് ചെയ്യാൻ പറ്റില്ല, കാരണം ജോയിന്റ് വെഞ്ചർ ആണ്. നമ്മൾ പറഞ്ഞില്ലേ, അക്കൗണ്ട്സ് ഓഫ് കോവഞ്ചേഴ്സ് ആർ ഇമ്മീഡിയറ്റ്ലി സെറ്റിൽ. സോ ദാറ്റ്സ് വൈ ഇറ്റ് ഈസ് എത്ര പറയും മക്കളെ? ജോയിന്റ് ബാങ്കിന് എഴുതാം 25,000. അപ്പോൾ ജോയിന്റ് ബാങ്ക് എന്നത് എടുത്ത് കൊണ്ടുപോവാണ്. നേരെ ജോയിന്റ് ബാങ്കിൽ വന്ന് നേരെ ഇവിടെ എഴുതുകയാണ് ആദിത്യ. അവർ കൊടുന്ന പോലെ പൈസ കൊണ്ടുപോവാണ്. 2,59,000 രൂപ ഇയാൾ കൊണ്ടുപോയി. അതേപോലെ അമിത്തിന്റെ കാര്യം എടുത്തു നോക്കാം. അമിത് ഇതേപോലെ തന്നെയാണ്. 1,50,000 ചെയ്ത് നോക്കാം. 1,50,000, പിന്നെ 15,000, 64,000. 2,29,000 ആണ് മൊത്തം ഇവന് കിട്ടാനുള്ളത്. ഈ ചങ്ങായിയും വീട്ടിലേക്ക് എന്ത് കൊണ്ടുപോയിട്ടുണ്ട്? കുറച്ച് ഗുഡ്സ് കൊണ്ടുപോയിട്ടുണ്ട് 10,000 രൂപയുടെ. അതുകൊണ്ട് ഇയാൾക്ക് എത്ര പൈസ കിട്ടാനുള്ളത്? 2,19,000. ഇനി വേറെ എഴുതണ്ട, ഞാൻ ജോയിന്റ് ബാങ്ക് എഴുതിയിട്ടുണ്ട് അവിടെ. അതുകൊണ്ട് ഇനി അവിടെ വേറെ എഴുതണ്ട. നേരെ ജോയിന്റ് ബാങ്കിൽ വരാം. ഇവിടെ നമുക്ക് എഴുതി കൊടുക്കാം അമിത് 2,19,000. നമുക്ക് ഈ അക്കൗണ്ട് ഞാൻ പറഞ്ഞത് 7,00,000 അക്കൗണ്ടിൽ ഉണ്ടെന്നാണ്. ഒന്നും കൂടി വരാം. നിങ്ങൾക്കിപ്പോൾ ഞാൻ സ്പീഡാന്ന് തോന്നിക്കഴിഞ്ഞാൽ ഒന്ന് സ്ലോ ഡൗൺ ചെയ്തിട്ട് കണ്ടാൽ മതി, ഇഷ്യൂ ഒന്നുമില്ല. 7,50,000 ആണ് എന്ത് ഇതിന്റെ മൊത്തം ബാങ്കിൽ പൈസ ഉള്ളത്. 2,50,000 രൂപക്ക് മെറ്റീരിയൽസ് വാങ്ങി, 12,000 രൂപക്ക് ട്രാൻസ്പോർട്ടേഷൻ കൊടുത്ത്, 7,500 അഡ്വർടൈസ്മെന്റ്, 2,500 അതും കൊടുത്ത്, 2,59,000 ആദ്യത്തെ കൊണ്ടുപോയി, 2,19,000 അമിത് കൊണ്ടുപോയി, ബിക്കം സീറോ. അങ്ങനെയാണെങ്കിൽ ഈ അക്കൗണ്ട് ഫിനിഷ് ആയി. പിന്നെ ഇവന്മാർക്കൊന്നും നമ്മൾ ഒന്നും കൊടുക്കാനില്ല. എല്ലാവരും അവരവർക്ക് ആവശ്യമുള്ള പൈസയും കാലെടുത്ത് ഒന്നും കൊടുക്കാനില്ല. സോ എല്ലാ അക്കൗണ്ടും ഓവറായി. സോ അക്കൗണ്ട്സ് ഓഫ് കോവഞ്ചേഴ്സ് ആർ ഇമ്മീഡിയറ്റ്ലി സെറ്റിൽ ചെയ്തിട്ടുണ്ട്. സോ ഹാപ്പിലി പിരിയാൻ പറ്റും ആർക്കൊക്കെ? ഈ ആദ്യത്തേക്കും അമിതേക്കും. ദാറ്റ്സ് ഹൗ നമ്മൾ പഠിച്ചു വെച്ചുള്ളത്. ഹോപ്പ് യു ഓൾ കംഫർട്ടബിൾ ടു ലിസൺ. സോ നിങ്ങൾക്ക് ഇത് ഓക്കെ അല്ലെങ്കിൽ നിങ്ങൾക്ക് വൺ മോർ ടൈം എന്ത് ചെയ്യാം? വാച്ച് ചെയ്യാം. ഒന്നും കൂടി കാംനെസ്സിൽ വാച്ച് ചെയ്താൽ. ഞാൻ ഒരു കാംനെസ് ആക്ച്വലി പ്രൊവൈഡ് ചെയ്യാൻ ശ്രമിക്കാറില്ല ഈ ഒരു ക്ലാസ്സിലൊന്നും തന്നെ. കാംനെസ് ഇൻ ദ സെൻസ് ലൈക്ക് നിങ്ങളെ കംഫർട്ട് ചെയ്തിട്ട് ഈ ഇല്ലുസ്ട്രേഷൻ ഇങ്ങനെ ചെയ്യുക, അങ്ങനെ ചെയ്യുക. അതാകുമ്പോൾ നിങ്ങൾ ഞാൻ ആ പറയുന്നതിൻ്റെ അപ്പുറത്തേക്ക് നിങ്ങൾക്ക് തിങ്ക് ചെയ്യാൻ പറ്റില്ല. ഇപ്പം ഞാൻ പലതും പറയുന്നുണ്ട്. സോ നിങ്ങൾക്ക് അങ്ങോട്ടൊക്കെ തിങ്ക് ചെയ്യുക, നിങ്ങൾ അങ്ങോട്ടൊക്കെ ഡെവലപ്പ് ചെയ്യുക. പിന്നെ അടുത്ത ഇല്ലുസ്ട്രേഷൻ പുതിയ ടെക്നിക്ക് പഠിക്കുമ്പോൾ ഈ ഇല്ലുസ്ട്രേഷൻ പോലും ഞാൻ അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ ആ ടെക്നിക്ക് പഠിപ്പിച്ച് അതുപോലെ റീവറൈറ്റ് ചെയ്യണം. അതേപോലെ തന്നെ മൂന്നാമതൊരു മെത്തേഡ് പഠിപ്പിക്കുമ്പോൾ പുതിയൊരു സിസ്റ്റം ഡെവലപ്പ് ചെയ്യുകയാണെങ്കിൽ ആ സിസ്റ്റം പോലെ ഈ സിസ്റ്റത്തിനെ ഡെവലപ്പ് ചെയ്യണം. അപ്പം ഞാൻ പുതിയ പുതിയ മെത്തേഡ്സ് ഒക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ബോട്ടം ലെവലിൽ സാറ് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരുമ്പോൾ ആ മെത്തേഡ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടാവില്ല. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യും? ഇവിടെ കൊടുന്ന് അപ്ലൈ ചെയ്തിട്ട്, അതായത് നിങ്ങൾ ഈ സാധനം ഇനി പഠിക്കുമ്പോൾ ഇതേപോലെ ചെയ്ത് ഇതിനെക്കാട്ടി അടുത്ത ലെവലിൽ ചെയ്യണം. നമ്മൾ അടുത്ത ലെവലിൽ, പിന്നെ അടുത്ത ലെവലിൽ, അങ്ങനെ അങ്ങനെ പോകണം. സോ യു ഫീൽ കോൺഫിഡൻറ്റ്, യു ഫീൽ ഹാപ്പി, എവറിഥിങ്. സോ ഇറ്റ്സ് ഓൾ അബൌട്ട് ദിസ് വീഡിയോ. സോ അടുത്തൊരു വീഡിയോ ആയിട്ട് അടുത്തൊരു ക്ലാസ്സിൽ കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.